السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ومولانا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، صلى الله عليه وسلم. خذ بيدي قلت حيلتي أدركني. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم، ذلك الدين القيم فلا تظلموا فيهن أنفسكم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. قطعت شهور العام لهوا وغفلة، ولم تحترم فيما أتيت المحرما. فهل لك أن تمحو الذنوب بعبرة وتبكي عليها حسرة وتندما، وتستقبل العام الجديد بتوبة لعلك أن تمحو بها ما تقدم. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ സാദാത്തുക്കൾ,
ഉലമാക്കൾ, ഉമറാക്കൾ, നേതാക്കൾ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരങ്ങൾ, സഹോദരിമാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ആദരണീയരായ ഖുറത്തു സാദാത്ത് കൂറത്ത് തങ്ങളുപ്പാപ്പ നവ്വറല്ലാഹു മർഖദ മഹാനവരുകളുടെ വേർപാടിന് ശേഷം, വഫാത്തിന് ശേഷം, മഹാനവരുകളുടെ ഒന്നാമത്തെ ആണ്ടിനോട് അനുബന്ധിച്ച് നാം മഹാനവരുകളുടെ അനുഗ്രഹീതമായ ചാരത്ത് ഒരുമിച്ചു കൂടിയിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ഈ ഒത്തുചേരൽ നമുക്ക് ഒരുപാട് നന്നാകാനും അതുവഴി നമ്മുടെ രണ്ട് ലോകത്തുള്ള വിജയം പ്രാപിക്കാൻ അല്ലാഹു കാരണമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ ആണ്ടിനോടുള്ള പരിപാടികളിൽ വ്യത്യസ്തമായ പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരെ നേരിട്ട് നാം ഓരോരുത്തരും കാണുകയും നമ്മെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ അറിയുകയും മനസ്സിലാക്കുകയും ഒരുപാട് അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തവർ അടക്കം ഈ കൂട്ടത്തിൽ ഉണ്ട്. അല്ലാഹു തആല മഹാനവരുകളോട് നമ്മെയെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഞാൻ വളരെ സാഹസപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ എത്തിച്ചേരുന്നത് തന്നെ. ഞാൻ UK-യിൽ നിന്ന്, ലണ്ടനിൽ നിന്ന് നേരിട്ട് നാട്ടിലേക്ക് മടങ്ങുന്ന വഴി ഖത്തറിൽ വരികയും അങ്ങനെ ഖത്തറിൽ നിന്ന് എയർപോർട്ടിൽ ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ്, അതിൻ്റെ ബോർഡിങ്ങിന്റെ സമയം 1 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴാണ് താൽക്കാലികമായി എയർപോർട്ട് അടച്ചിരിക്കുന്നു, വ്യോമപാത അഥവാ ഫ്ലൈറ്റ് പറക്കുക തുടങ്ങിയിട്ടുള്ളത് താൽക്കാലികമായി നിർത്തൽ ചെയ്തിരിക്കുന്നു എന്ന് അറിയാൻ സാധിച്ചു. 23-ാം തീയതി ലണ്ടനിൽ നിന്ന് നാട്ടിലേക്കുള്ള മടക്കം അന്ന് നിശ്ചയിക്കാൻ കാരണം 26-ാം തീയതി ഈ പരിപാടി ഒരിക്കലും മിസ്സായി പോകരുത് എന്ന് ആലോചിച്ചിട്ടായിരുന്നു. പക്ഷെ ഖത്തറിൽ ഇരിക്കുന്ന സമയത്ത് നേരെ ഹോട്ടലിൽ കൊണ്ടുപോയി നല്ല സൗകര്യമുള്ള ഹോട്ടൽ തന്നു, ഭക്ഷണം തന്നു. ഇനി എപ്പോഴാണോ സൗകര്യം ഉണ്ടാവുക ഫ്ലൈറ്റ്, അപ്പോഴായിരിക്കും ബാംഗ്ലൂരിലേക്ക് പോവാ എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ കുറെ ദിവസങ്ങൾ പിന്നിട്ടിട്ടാണ്. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറ്റൂല, എനിക്ക് 26-ാം തീയതി നാട്ടിലെത്തിയിരിക്കുക തന്നെ വേണം. അൽഹംദുലില്ലാ, അങ്ങനെ ഒരുപാട് സാഹസപ്പെട്ട് ഇന്നലെ രാത്രി ഖത്തർ സമയം 7:45 ഫ്ലൈറ്റിൽ വരാൻ സാധിച്ചു. അങ്ങനെ ബാംഗ്ലൂരിൽ വന്നിറങ്ങി. ബാംഗ്ലൂരിൽ നിന്ന് നേരിട്ട് ഞാൻ ഇങ്ങോട്ടാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അല്ലാഹു തആല മഹാനവരുകളോടുള്ള ആ മഹബ്ബത്ത് കാരണം
മഹാനവരുകളുടെ ചാരത്ത് നമ്മയെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഒരു നല്ല സമയം, ഒരു പുതുവർഷം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ സമയം, ഒരു വർഷം നമ്മിൽ നിന്ന് വിട പറയുകയും പുതിയ ഒരു വർഷം നമ്മിലേക്ക് കടന്നു വരുന്ന ഈ സമയം, ഒരു മഹാനരായ സയ്യിദിന്റെ ചാരത്ത് നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചു എന്നത് പല മഹാന്മാരും ഇതുപോലെയുള്ള സൗഭാഗ്യം ചോദിച്ചു വാങ്ങിയതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു, മഹാനവരുകളുടെ ചരിത്രത്തിൽ കാണാം. മഹാനവരുകൾ മക്കയിൽ മത്വാഫിൽ ഇരിക്കുന്ന സമയത്ത് കഅബയുടെ ചാരത്ത് മഹാനവരുകൾ ഇരിക്കുന്ന സമയത്ത് അല്ലാഹുവിനോട് മഹാനവരുകൾ ദുആ ചെയ്യുകയാണ്. അത് ഇതുപോലത്ത ഒരു പഴയ വർഷം അവസാനിക്കുകയും പുതിയ വർഷം കടന്നു വരുന്ന സമയമായിരുന്നു. മഹാനവരുകൾ ആ മത്വാഫിൽ ഇരുന്ന് കഅബയുടെ അരികിൽ ഇരുന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ഇവിടെ വെച്ച് എനിക്ക് ഖളർ നബി അലൈഹിസ്സലാമിനെ നീ കാണിച്ചു തരണേ അല്ലാഹ് എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ദുആ ചെയ്യുകയാണ്. അങ്ങനെ അവിടെ വെച്ച് അല്ലാഹു തആല ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന് ബഹുമാനപ്പെട്ട ഖളർ നബി അലൈഹിസ്സലാമിനെ കാണിച്ചു കൊടുത്തു. ഖളർ നബി അലൈഹിസ്സലാമിനെ കണ്ട ഉടൻ ഖളർ നബി അലൈഹിസ്സലാം ഗസാലി ഇമാമിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. യാ മുഹമ്മദ്, ഗസാലി ഇമാമിനെ വിളിച്ച് ഖളർ നബി അലൈഹിസ്സലാം ചോദിച്ചു, മല്ലദീ ദഅാക ഇലാ സുആലില്ലാഹി അസ്സ വജല്ല ലിയജ്മഅ ബൈനി വബൈനക, എന്താണ് നിങ്ങൾ അല്ലാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യാൻ കാരണം? ഈ കഅബയുടെ അരികിൽ ഇരുന്ന് ഖളർ നബി അലൈഹിസ്സലാമിനെ കാണണം, എന്നെ കാണണം എന്ന് നിങ്ങൾ ദുആ ചെയ്യാനുള്ള കാരണം എന്താണ്? അതും ഫീ ഹാദൽ ആമി ബിഹാദൽ ഹറമി ശരീഫി, ഈ പുതിയ വർഷത്തിൽ ഈ ഹറം ഷരീഫിൽ വെച്ച് എന്നെ കാണണം എന്ന് നിങ്ങൾ ദുആ ചെയ്യാനുണ്ടായ കാരണം എന്താണ് എന്ന് ഗസാലി ഇമാമിനോട് ഖളർ നബി അലൈഹിസ്സലാം ചോദിച്ചു. ഖളർ നബി അലൈഹിസ്സലാം മഹാനവരുകളോട് ഗസാലി ഇമാം പറഞ്ഞു, യാ സയ്യിദി, ഓ എന്റെ നേതാവേ, ഹാദിഹി സനത്തുൻ ജദീദ, ഇത് ഒരു പുതിയ വർഷമാണല്ലോ. പഴയ വർഷം അവസാനിക്കുകയും പുതിയ വർഷം കടന്നു വരുന്ന സമയമാണ്. അപ്പൊ ഇതൊരു പുതിയ വർഷമാണ്. ഈ പുതിയ വർഷം കടന്നു വരുമ്പോ എനിക്ക് ഖളർ നബി അലൈഹിസ്സലാം ആകുന്ന നിങ്ങളിലൂടെ എന്റെ ഒരു പുതിയ വർഷം ആരംഭിക്കണം എന്ന് എന്റെ ഖൽബിൽ ആഗ്രഹമുണ്ടായ കാരണം നിങ്ങളെ ഒന്ന് കാണുകയും നിങ്ങളിൽ നിന്ന് ചിലത് മനസ്സിലാക്കുകയും അതുവഴി നിങ്ങൾ കാണിച്ചു തന്ന ആ ജീവിതം അതനുസരിച്ച് ജീവിക്കാൻ അവസരം ഉണ്ടാകാനാണ് ഞാൻ നിങ്ങളെ കാണാൻ ഇവിടെ വെച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ ഉണ്ടായ കാരണം എന്ന് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ അവിടുന്ന് പറഞ്ഞതായി മഹാന്മാർ പറയുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പുതിയ വർഷം മുഹറം നമ്മിലേക്ക് കടന്നു വരുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദുന ഖുറത്തു സാദാത്ത് മഹാനവരുകളുടെ ചാരത്ത് നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചത് നമ്മുടെ ജീവിതത്തിൽ പുതിയ വർഷത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാകാൻ അത് നമുക്ക് പ്രേരകമാകണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയ ഒരു വർഷം നമ്മിലേക്ക് കടന്നു വരുമ്പോ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ ഇന്ന عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض
മിൻഹാ അർബഅത്തുൻ ഹുറും ذلك الدين القيم فلا تظلموا فيهن أنفسكم. ഓ ജനങ്ങളെ, അല്ലാഹുവിന്റെ അരികിലുള്ള മാസങ്ങളുടെ കണക്കെത്രയാണ്? ആകാശങ്ങളെ പടച്ചതു മുതൽ ഭൂമികളെ പടച്ചതു മുതൽ അല്ലാഹുവിന്റെ അരികിൽ മാസങ്ങളുടെ കണക്ക് 12 ശഹ്റാ, 12 മാസങ്ങളാണ് എന്ന് പറഞ്ഞ ഖുർആൻ പിന്നീട് പറയാണ് മിൻഹാ അർബഅത്തുൻ ഹുറും. ആ 12 മാസങ്ങളിൽ യുദ്ധവും കൂടി ഹറാമായ വളരെ മഹത്വമേറിയ 4 മാസങ്ങളുണ്ട്. ആ 4 മാസങ്ങളിൽ 3 മാസങ്ങൾ തുടരെയുള്ളതാണ്. അതാണ് ഈ കഴിഞ്ഞ 2 മാസങ്ങൾ. ഒന്ന് ദുൽഖഅദ, മറ്റൊന്ന് ദുൽഹിജ്ജ, പിന്നെ അതാ മുഹറം. ഇത് 3ഉം തുടരെയുള്ള മാസങ്ങളാണ്. മറ്റൊന്ന് ഗ്യാപ്പോടുകൂടെയുള്ള മാസം, അത് റജബ് മാസമാണ്. ഈ 4 മാസം അല്ലാഹു തആല വലിയ മഹത്വം കൽപ്പിച്ച മാസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, മറ്റു ഒരു മാസങ്ങളിലും നിങ്ങൾ സ്വന്തം ശരീരത്തെ തെറ്റ് ചെയ്ത് ആക്രമിക്കരുത് എന്നത് ശരിയാണ്. എന്നാൽ ഏറ്റവും മഹത്വമുള്ള ഈ 4 മാസങ്ങളിൽ നിങ്ങൾ തെറ്റുകൾ ചെയ്ത് സ്വന്തം ശരീരത്തെ ആക്രമിക്കരുത് കേട്ടോ. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു വ്യക്തി ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്തിനാണ് നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയത്? ഒരു വ്യക്തിത്വത്തിന്റെ പേരിലാണ്. ഇപ്പൊ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങളെ അതേ വണ്ടിയിൽ ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ഉമറാ വ്യക്തിത്വം ഉണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനി ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ആള് കൂടുന്ന സ്ഥലം അത് കൂറയായിരിക്കും. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ ദർബാറിലായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന സ്ഥലം. ഞങ്ങളെ ഈ ഭാഗത്ത് ഇനി ഇതുപോലത്തൊരു സ്ഥലം ഉണ്ടാകാൻ വകുപ്പില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ് പ്രത്യേകം ഓർക്കുകയുണ്ടായി. കാരണം ബഹുമാനപ്പെട്ട ഖുർറത്തു സാദാത്ത് തങ്ങളുപ്പാപ്പ എന്ന് പറഞ്ഞാൽ തങ്ങളെ കുറിച്ച് ആരോടും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പൊ ഓരോരുത്തരോട് തങ്ങളെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ എത്രയായിരിക്കും ഓരോരുത്തരും പറയാം. അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. തങ്ങളെ പ്രത്യേകത എന്താണ്? മഹാനവരുകൾ ഭയങ്കര വ്യക്തിബന്ധമായിരിക്കും. കൂടുതൽ ആളുകളോട് വ്യക്തിബന്ധമായിരിക്കും. നേരത്തെ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട റൈസ്കോ അബൂബക്കർ ഹാജി, അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും ബറക്കത്ത് ചെയ്യട്ടെ, ഈ സ്റ്റേജിൽ ധാരാളം സാദാത്തുക്കളുണ്ട്. അതുപോലെ തന്നെ ധാരാളം ആലിമീങ്ങളുണ്ട്. ഇത്തവണ ഹജ്ജിന് പോയി വന്ന ഒരുപാട് പേര്, നമ്മുടെ പ്രിയപ്പെട്ട അശരിയ സഖാഫി ഉസ്താദ് ഉൾപ്പെടെ ധാരാളം ആളുകൾ ഹജ്ജിന് പോയി വന്നവർ അടക്കം ഉണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ ഹജ്ജ് നീ മഖ്ബൂലും മബ്റൂറായ നിലക്ക് നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഇപ്രാവശ്യത്തെ ഹജ്ജിനെ കുറിച്ചൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ ഇന്ദ്രാജ ബഷീർ ഹാജി ഫോണിൽ സംസാരിച്ച് കുറെ നേരം സംസാരിച്ച് ഇപ്രാവശ്യത്തെ ഹജ്ജിന്റെ സൗകര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാനും ഒന്നിങ്ങനെ ആലോചിച്ചു പോയത്, റബ്ബേ, കഴിഞ്ഞ വർഷം പോകേണ്ട ആവശ്യമില്ലായിരുന്നു, ഇപ്രാവശ്യം തന്നെ ഹജ്ജിന് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ. അല്ലാഹു തആല അവരുടെ ഞങ്ങളുടെ ഒക്കെ ഹജ്ജുകൾ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അതുപോലെ ധാരാളം ആലിമീങ്ങൾ നമ്മുടെ ഈ സ്റ്റേജിൽ ഉണ്ട്. നമ്മുടെ അബ്ദുർ റഷീദ് സഖാഫി ഉസ്താദ് മെരുവമ്പായി ഉൾപ്പെടെ കുറെ ദൂരെ നിന്ന് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ ഉറൂസ് കൂറത്ത് നമ്മുടെ ഈ പുത്തൂർ പരിസരത്ത് നടക്കുകയാണെങ്കിലും കേവലം കർണാടകയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്നും ഇങ്ങനെ പല ആളുകൾ ഗൾഫ് നാടുകളിൽ നിന്ന് വരെ ഈ ഉറൂസിന് വേണ്ടി നാട്ടിലേക്ക് വരാൻ പുറപ്പെട്ട് ഒരുങ്ങി നിൽക്കുന്നവർ, വന്നവർ ഒക്കെയുണ്ട്. ഇനി ഗൾഫിൽ നിന്ന് വന്നവർ ഈ ഉറൂസ് കഴിഞ്ഞിട്ടേ മടങ്ങുകയുള്ളൂ ഗൾഫിലേക്ക് എന്ന് തീരുമാനിച്ചിരിക്കുന്നവരും ഉണ്ട്. അതൊക്കെ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയോടുള്ള വലിയ ബന്ധമായിരുന്നു.
അങ്ങനെ ധാരാളം ഉമറാക്കൾ, നേതാക്കളൊക്കെ നമ്മുടെ ഈ സ്റ്റേജിൽ ഉണ്ട്. ബഹുമാനപ്പെട്ട ഞാനിപ്പോ പറഞ്ഞതുപോലെ നമ്മുടെ റൈസ്കോ അബൂബക്കർ ഹാജി അവറുകളും, അതുപോലെ തന്നെ നമ്മുടെ ശിങ്കാരി ഹാജി, അതുപോലെ സംകേശ അബ്ദുറഹ്മാൻ ചാ, അതുപോലെ ബഹ്റൈനിലെ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ കലന്തർ ഷരീഫ് മുസ്ലിയാർ ഉൾപ്പെടെ ഇങ്ങനെ ധാരാളം ആളുകൾ നമ്മുടെ പ്രവർത്തനത്തിന്റെ വിഷയങ്ങളിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ധാരാളം ഉസ്താദുമാര് ഒക്കെ ഉണ്ട്. നമ്മളെ ജൗഹരി ഉസ്താദ്, നവാസ് ഇങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ നമ്മുടെ ഈ പരിസരത്തുള്ള ബഹുമാനപ്പെട്ട ബെള്ളാരെ സഖാഫി ഉസ്താദ് അവറുകൾ, അങ്ങനെ തുടങ്ങി ധാരാളം. ഞാൻ പേര് ചിലത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹു തആല അവർക്കും നമുക്കുമൊക്കെ ധാരാളം ഖൈറും ബർക്കത്തും ഏറ്റിത്തരട്ടെ. അപ്പൊ ഇവിടെ റൈസ്കോ അബൂബക്കർ ഹാജി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിഷയം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് തങ്ങളുമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു എന്ന് മനസ്സിലായി. ഇതുപോലെ തന്നെ പലരും നമ്മളോട് പലരും അനുഭവം പറഞ്ഞതുണ്ട്. വേറെ ഒരാൾ ഇതുപോലെ അവർ പിന്നെ കല്യാണം കഴിഞ്ഞ് കുറെ കാലായി, ഭാര്യക്ക് വിശേഷണം ഉണ്ടാകുന്നേയില്ല. അവസാനം തങ്ങള് അത് കാര്യത്തിൽ പരിഗണിച്ച് കുറെ നേരം മന്ത്രിച്ചു കൊടുത്തു വെള്ളം. നോക്കുമ്പോ ഇപ്പോ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട് ആ ദമ്പതികൾ. ഇങ്ങനെ എത്ര ആളുകളാണ്. അങ്ങനെ എല്ലാവർക്കും വലിയ ബന്ധമാണ്, അഭേദ്യമായ ബന്ധം ബഹുമാനപ്പെട്ട തങ്ങളോട്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? ആ ചെറുപ്പക്കാരൻ പറയാണ്, ഉസ്താദേ ഇന്ന് കൂറത്തേക്ക് പോലെ എന്റെ ബാപ്പക്ക്, അവൻ ഈ കടവ പരിസരത്തുള്ള ആളാണ്, എന്നിട്ട് അവന് അവിടെ ബാംഗ്ലൂരിലുള്ളത്, അവൻ എന്നോട് പറയാണ്, എന്റെ ബാപ്പക്ക് തങ്ങളോട് ഭയങ്കര ബന്ധമായിരുന്നു. എന്ത് വിഷയമുണ്ടെങ്കിലും ബാപ്പ ആദ്യമായി ഓടിയെത്തുന്നത് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ അരികിലേക്കാണ്. അതുകൊണ്ട് അവിടെ വെച്ച് പ്രത്യേകം ദ്വാരക്കണോന്ന് പറയുമ്പോ ഈ ചെറുപ്പക്കാരന്റെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വരികയാണ്. അതാണ് ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് തങ്ങളുപ്പാപ്പാനെ ഓർക്കുമ്പോ മറ്റുള്ളവരെ പോലെയല്ല, മഹാനവരികളെ ഓർക്കുമ്പോഴും ഇങ്ങനെ കേൾക്കുമ്പോഴൊക്കെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വരികയാണ്. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ, മഹാനവരികളുടെ ചാരത്ത് ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. മഹാനവരികളെ കുറിച്ച് എത്ര വായിച്ചാലും മനസ്സിലാകുന്നില്ല, പിന്നെ എത്ര വായിച്ചാലും അത് തീരുന്നില്ല, എത്ര കേട്ടാലും തീരുന്നില്ല. കാരണം മഹാനവരികളുടെ ജീവിതം അങ്ങനെയായിരുന്നു. നിങ്ങൾ നോക്കൂ, ചിലർക്ക് ചിലരെക്കാൾ വലിയ മഹത്വമുണ്ട്. തഫ്സീറുൽ റൂഹുൽ ബയാനിൽ കാണാം, ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് വലിയ ബഹുമാനമാണ്. മിൻബൈനി സ്വഹാബ, സ്വഹാബാക്കൾക്കിടയിൽ വലിയ സ്ഥാനം ഉള്ള മഹാനാണ് സയ്യിദുനാ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, മഹാന്മാരെ ബഹുമാനിക്കണം, മഹാന്മാരെ ആദരിക്കണം, അതെല്ലാം ഇസ്ലാമിൽ ഉള്ളത് തന്നെയാണ്. എന്നാൽ ഇസ്ലാം പറഞ്ഞതനുസരിച്ച് ബഹുമാനിക്കണം, ഇസ്ലാം പറഞ്ഞതനുസരിച്ച് ആദരിക്കണം എന്നല്ലാതെ ആ ബഹുമാനത്തിൽ പോലും ആദരവിൽ പോലും അനാചാരം കടന്നു വന്നുകൂടാ. അനാചാരം ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതിലെല്ലാം ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ വലിയ കണിശത സ്വീകരിച്ചയാളാണ്. ലം യഖ്ശ ഫില്ലാഹി ലൗമത ലായിം. ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ അടയാളം പറഞ്ഞ കൂട്ടത്തില് മഹാന്മാര് പറഞ്ഞില്ലേ, ദീനിന്റെ വിഷയത്തിൽ, അല്ലാഹുവിന്റെ വിഷയത്തിൽ ആ ഉഖ്റവിയായ പണ്ഡിതന്മാർ ആക്ഷേപിക്കുന്ന ഒരാളുടെയും ആക്ഷേപത്തിന് വില കൽപ്പിക്കൂല. ആക്ഷേപിക്കുന്ന ഒരാളുടെ ആക്ഷേപത്തെയും ഭയക്കൂല. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ കാലത്ത് എന്ത് അനാചാരം വന്നാലും ഉടനെ അത് തുറന്ന് അവിടുന്ന് ഇങ്ങനെ പറയും. അവിടെ പിന്നെ അത് ക്ലിപ്പാവോ എന്നൊന്നും മഹാനവരുകൾ നോക്കൂല, ഉള്ളതുള്ളത് അങ്ങ് പറയും. അത് ചിലർക്ക് ദഹിക്കും, വേറെ ചിലർക്ക് ദഹിക്കൂല. പക്ഷെ മഹാനവരുകൾ ഉള്ളതുപോലെ അങ്ങ് തുറന്നു പറയും. ഒരിക്കൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഉടുപ്പി ഭാഗത്ത് അല്ലാഹു തആല മഹാനവരുകളുടെ ദറജ വർദ്ധിപ്പിക്കട്ടെ, ഉടുപ്പിയില്
അവിടെ കുറച്ച് പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയക്കണ ഒരു പരിപാടിയായിരുന്നു. ഒരു 5 പെൺകുട്ടികളെ കെട്ടിച്ചയക്കണ ഒരു പരിപാടി. ആ നിക്കാഹിന് നേതൃത്വം നൽകാൻ അവിടെ എത്തിയത് ബഹുമാനപ്പെട്ട തങ്ങളാണ്. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണ സമയത്ത് എന്റെ തോളത്ത് ഇങ്ങനെ കൈവച്ചു. ആ ഫോട്ടോ ഇപ്പോഴും കാണാം. എന്റെ തോളത്ത് ഇങ്ങനെ കൈവച്ചിട്ടുള്ള ഒരു ഫോട്ടോ, ബാക്ക് നിന്ന് ആരോ എടുത്ത ഫോട്ടോ ആണ്. അപ്പൊ ആ തോളത്ത് കൈവച്ചിട്ട് കുഞ്ചില്, നമ്മളെ കുഞ്ചിലെന്നറിയാം, കുഞ്ചിലേക്ക് കൈവച്ചിട്ട് തങ്ങൾ എന്നോട് പറഞ്ഞ്, ഉള്ളതുപോലെ പറയുന്ന വിഷയത്തിൽ ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പേടിക്കാൻ പാടില്ല എന്ന് എന്നോട് ഇപ്പോഴും പറഞ്ഞു. അന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അത് മഹാനവരുകളുടെ തിയറി അങ്ങനെയാണ്, മഹാനവരുകളുടെ റൂട്ട് അങ്ങനെയാണ്. മഹാനവരുകൾ ഉള്ളത് പറയുന്നതിൽ ഒരാളെയും പേടിക്കൂല. അതാണ് ആക്ഷേപിക്കുന്നവരുടെ ആക്ഷേപത്തെ മഹാനവരുകൾ ഒരിക്കലും പേടിക്കൂല. അത് എവിടുന്ന് കിട്ടിയതാണ്? അതവിടുത്തെ പിതാവിൽ നിന്ന് കിട്ടിയതാണ്, ബാപ്പയിൽ നിന്ന് കിട്ടിയതാണ്. ബാപ്പയോ ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവരുകളും അങ്ങനെയല്ലേ. ഒരിക്കലും അല്ലാഹുവിന്റെ വിഷയത്തിൽ ആരെന്ത് ആക്ഷേപിച്ചാലും മഹാനവരുകൾ ഭയക്കൂല. അതിന്റെ ബാക്കിയാണ് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് കിട്ടിയത്. അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. സുഹൃത്തുക്കളെ, ഞാനിപ്പോ പറയുന്നത് ഇത് ഏത് മാസമാണ്? അതാ മുഹറമിലേക്ക് കടക്കുന്ന മാസമാണ്. ആ മുഹറം മാസം വലിയ ബഹുമാനമുള്ള മാസമാണ്, ശരിയാണ്. ആ മുഹറം മാസത്തിലാണ് അഹ്ലു ബൈത്തിന്റെ നേതാവായ അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ സയ്യിദുനാ ഹുസൈൻ അശ്ശഹീദു ബികർബല, കർബലയിൽ ഷഹീദായി പോയ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്തായ മാസത്തിലാണ് ഖുർറത്തുസ് സാദാത്ത് മഹാനവരുകൾ വഫാത്താകുന്നത്. കേവലം ഹുസൈൻ റളിയല്ലാഹു അൻഹു മാത്രമല്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന അന്ന് അഹ്ലു ബൈത്തിൽപ്പെട്ട തങ്ങന്മാരിൽപ്പെട്ട ധാരാളം തങ്ങന്മാര് വഫാത്തായിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ കാണാം. അതുപോലത്തെ മുഹറമിലാണ് ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത്. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്, ചരിത്രത്തിൽ കാണാം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഹുസൈൻ റളിയല്ലാഹു അൻഹു പിന്നീട് ഷഹീദാകാനിരിക്കുന്നു എന്നത് നേരത്തെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. അങ്ങനെയാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ചെന്നു. തങ്ങളുടെ 2 കണ്ണൊന്നും വെള്ളം വരികയാണ്. കണ്ണ് നിറയെ വെള്ളമാണ്. ആ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം വരുന്നു. അലി ഇബ്നു അബീ താലിബ് തങ്ങൾ പറയാണ്, ഞാൻ ചോദിച്ചു, യാ നബി അല്ലാഹ്, ഓ അല്ലാഹുവിന്റെ നബിയേ, അഗ്ളബക അഹദുൻ, തങ്ങളെ ആരെങ്കിലും അതാ ദേഷ്യപ്പെടുത്തിയോ? തങ്ങളെ ആരെങ്കിലും വെറുപ്പിച്ചോ? എന്തേ തങ്ങളെ കണ്ണിന്നിങ്ങനെ വെള്ളം ഒഴുകുകയാണ്? മാശഅനു ഐനൈക തഫീളാൻ, എന്തേ തങ്ങളെ 2 കണ്ണിന് എന്തു പറ്റിപ്പോയി നബിയേ? ആ 2 കണ്ണിന്നിങ്ങനെ വെള്ളം ഒഴുകുകയാണല്ലോ. തങ്ങളതാ നിലവിളിക്കുകയാണല്ലോ, തങ്ങളതാ കരയുകയാണല്ലോ. ഉടനെ ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ബലാ, അതെ, ഞാൻ കരയാൻ കാരണം ഖാമ മിൻ ഇൻദി ജിബ്രീൽ അലൈഹിസ്സലാം ഖബ്ലു, കുറച്ച് മുമ്പ് എന്റെ അരികിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഫഹദ്ദസനി, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു തന്നു, അന്നൽ ഹുസൈന യുഖ്തൽ, ഹുസൈൻ റളിയല്ലാഹു അൻഹു നബിയെ, അവിടുത്തെ പേരക്കുട്ടിയാണല്ലോ സയ്യിദുനാ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടും, കൊല്ലപ്പെടും എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എന്നോട് പറഞ്ഞു. അലിയേ റളിയല്ലാഹു അൻഹു,
എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മണ്ണിനെ മണപ്പിച്ചു തരട്ടെയോ? ഞാൻ അതേ എന്ന് പറഞ്ഞു. അങ്ങനെ കൈയങ്ങ് നീട്ടാൻ പറഞ്ഞു. എന്റെ കയ്യിൽ മണ്ണ് വെച്ചു തന്നു. ആ കൈ എനിക്ക് തന്നു. അത് കണ്ടപ്പോഴാണ് എനിക്ക് കരച്ചിൽ വന്നത്. അഥവാ ഹുസൈൻ റളിയല്ലാഹു അൻഹു പിന്നീട് വധിക്കപ്പെടും, ഷഹീദാകും എന്നത് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ലോക നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനിക്കണം, ശരിയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആദരിക്കണം എന്നത് ശരിയാണ്. ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? ആത്മീയത മനുഷ്യന് വളരെ ആവശ്യമാണ്. പക്ഷേ ആ ആത്മീയത കാണുന്നതെല്ലാം ആത്മീയതയാണെന്ന് മനസ്സിലാക്കി അതിന്റെ പിന്നിൽ പെട്ടുപോകരുത് കേട്ടോ. അതിനെതിരെ വളരെ കർശനമായി സംസാരിച്ചിരുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ. വേറെ പലർക്കും പറയാൻ ചിലപ്പോൾ ലിമിറ്റ് ഉണ്ടാവും. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ആരെയും പേടിക്കൂല, ആരെയും ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആത്മീയതയുടെ പേരിലും ചൂഷണം ഉണ്ടായാൽ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ അത് തുറന്നു പറയും, അതിലൊരു മടിയും ഇല്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, മുഹറം മാസം വരുമ്പോ മുഹറമിലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്തായത് എന്നത് ശരിയാണ്. എന്നാൽ ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അതാ ഒരു വിഭാഗം പുത്തൻ ആശയക്കാർ, ഒരു വിഭാഗം പുത്തൻവാദികൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അനാചാരം ഉണ്ടാക്കുന്നു. അതാ അവരെന്ത് ചെയ്യുന്നു? ആയുധം കയ്യിലെടുക്കുന്നു, എന്നിട്ട് അതാ ദേഹത്തിൽ കുത്തുന്നു, അതാ മുറിവ് വരുത്തുന്നു, പരിക്ക് വരുത്തുന്നു, ശരീരത്തിൽ നിന്ന് രക്തം വരുത്തുന്നു. എന്നിട്ട് എന്താണ് അവർ പറയുന്ന ന്യായം? ഞങ്ങളെ നേതാവ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ്. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു അതേ ശത്രുക്കളതാ കൊന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളത് ഓർത്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന ഒരു ന്യായം കൂടി പറയുന്നു. സുഹൃത്തുക്കളെ, ആ ന്യായം പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള ബഹുമാനമല്ല. അത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള ബഹുമാനമല്ല. ഞങ്ങളെ കറായ ഉസ്താദാണ് വരുന്നത്. അവരൊക്കെ ഞങ്ങളെ കർണാടക ജമിയത്തുൽ ഉലമയുടെ നേതാക്കളാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അതൊന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള ബഹുമാനമല്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹമല്ല. മറിച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള ആത്മീയ തട്ടിപ്പാണ്. അതാണ് അതുപോലത്തെ ആത്മീയ തട്ടിപ്പുകളെയാണ് ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് മഹാനവരുകൾ വിമർശിക്കും. മഹാനവരുകൾ തുറന്നു പറയും. അവിടെ പിന്നെ ആരെയും നോക്കുന്നില്ല, ബേജാറാകുന്നോ എന്ന നോട്ടമില്ല. അത് ഉള്ളതുപോലെ അങ്ങ് പറയും. അങ്ങനെ മഹാന്മാരൊക്കെ മുൻകാലങ്ങളിൽ പറഞ്ഞതാണത്. ഈ മുഹറം, ഇതുപോലത്തെ മുഹറം വരുമ്പോ ചില പുത്തനാശയക്കാര് അവര് ഇതുപോലത്തെ ചില കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നതിനെ കുറിച്ച് കാലേ കൂട്ടി മഹാന്മാർ പറഞ്ഞു. ഇമാം അബ്ദുറഹ്മാൻ ബഅലവി റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ സ്വന്തം കിതാബുണ്ട്, ബിഗിയത്തുൽ മുസ്തർശിദീൻ. ആ കിതാബിൽ പ്രത്യേകം പറയുന്നത് കാണാം, മസ്അലത്തുൻ, ഒരു മസ്അല എന്ന് പറഞ്ഞ് പ്രത്യേകം പറയുന്നത് കാണാം, അൽ അമലു ബിയാ ഹുസൈൻ ഫീ ജിഹത്തിൽ ഹിന്ദി. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നാളെ ആരോ ഒരാള് ഒരു കല്യാണ വീട്ടില് തലേകെട്ട് കെട്ടിയിട്ടുള്ള ഒരാള്, അങ്ങനെയാ പറയണ്ട, മൊയിലാരെന്നല്ല, ഒരാൾ തലേകെട്ട് കെട്ടിയത് കൊണ്ട് മൊയിലാറാവൂല. ഇപ്പൊ മൊയിലാമാരല്ലാത്ത എത്ര ആളുണ്ട്? നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ പോയിട്ട് തലേകെട്ട് കെട്ടിയാൽ മൊയിലാരാവോ? ഇല്ല. അതുകൊണ്ടാണ് തലേകെട്ട് കെട്ടിയ ആള് മാത്രം പറഞ്ഞു, മൊയിലാരല്ല എന്ന മനഃപൂർവ്വം ഉള്ളതുകൊണ്ട്. അപ്പൊ ഒരു കല്യാണ വീട്ടില് എല്ലാ ചെക്കന്മാരും ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നു. ആ ഡാൻസ് ചെയ്യുമ്പോ തലേകെട്ട് കെട്ടിയിട്ട് ബാക്കിൽ ഒരു വാളുണ്ട്, ബാക്കില് ഒരു വാലുണ്ട്. അപ്പൊ അങ്ങനെ തലേകെട്ട് കെട്ടിയ ഒരാള് ഡാൻസ് ചെയ്യാം. അപ്പോ അത് ചില ആളുകൾ ചൂഷണം ചെയ്യാം. ചൂഷണം ചെയ്തിട്ട് എന്താ പറയുന്നറിയോ? കണ്ടില്ലേ, ഉസ്താദുമാറും മങ്ങിലത്തോടെ ഡാൻസ് ആക്കസോറാക്കിയാറ് ബാബാന്ന് പറഞ്ഞു.
മൊയ്ലാമാരും കല്യാണ വീട്ടിൽ ഡാൻസ് ആക്കാൻ തുടങ്ങി. ആര് പറഞ്ഞു മൊയ്ലാരാണെന്ന്? അത് ഏതോ ഒരു സാധാരണക്കാരൻ ചിലപ്പോ തലയെ കെട്ടിയിട്ട് ഡാൻസ് ചെയ്തായിരിക്കും. അതുകൊണ്ട് മൊയ്ലാരെന്ന് അറിയാൻ പറ്റുമോ? പറ്റൂല. അത് മൊയ്ലാമാരെ വേഷത്തെ ചൂഷണം ചെയ്തതാണ്. അതാണ് തട്ടിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ പല തട്ടിപ്പുണ്ടാവും. ചില മനുഷ്യന്മാര് പൈസ ഉണ്ടാക്കിയിട്ടാണ് തട്ടിപ്പുണ്ടാക്കുക. എന്നോട് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അല്ലാഹു അലം സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങളോടൊരു കാര്യമായിട്ടൊരു വിഷയം പറയാനുണ്ട്, ഒന്ന് കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, കിട്ടുന്നല്ല ഇവിടെ ഇരിക്കട്ടെ, ഫോണിൽ സംസാരിച്ചാൽ പോരെ, കാര്യമായ വിഷയം. അത് എന്ത്? അത് അയാള് പൈസ എല്ലായിടത്തും കണ്ടു കാണുന്നവരോടൊക്കെ പൈസ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ ഞാൻ എന്താക്കണം? അയാൾ എന്തിന്റെ പേരിലാണ് പൈസ ചോദിക്കുന്നത് അറിയില്ലല്ലോ. പക്ഷെ എന്നാലും എല്ലാവരോടും പൈസ ചോദിക്കുന്നു ഉസ്താദ്, അതൊരു തട്ടിപ്പ് പോലെ എനിക്ക് തോന്നുന്നു. അപ്പൊ അത് തട്ടിപ്പാണോ ഇല്ലേ എനിക്കറിയില്ല. അല്ലാഹു അലം ബിസ്സവാബ്. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അല്ലാഹുവിന് അറിയാം. പക്ഷെ അങ്ങനെ പൈസയിലൂടെ തട്ടിപ്പുണ്ടാക്കുന്നവരുണ്ടാവും. എന്നാ പൈസ മുഖേന എത്രയോ നല്ലത് ചെയ്യുന്നവർ വേറെ ഉണ്ടാവും. പൈസ മുഖേന തട്ടിപ്പുണ്ടാക്കുന്ന ആളുകൾ വേറെ ഉണ്ടാവും. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതിന് എന്തെല്ലാം എഡിറ്റിംഗ് ചെയ്തിട്ട് സുബ്ഹാന ജല്ല ജലാലുഹു, പിന്നെ സുന്നികളുടെ റാത്തീബാണ്, സുന്നികളുടെ മജ്ലിസാണ് എന്നെല്ലാം പറഞ്ഞ് ചിലപ്പോ ചെറിയ ആട്ടങ്ങളൊക്കെ ഉണ്ടാവും. അത് മഹാന്മാർ കാണിച്ചു തന്ന ത്വരീഖാണ്. വലികുല്ലി വാഹിദിഹിം ത്വരീഖും മിൻ തുറുഖ്. മഹാന്മാരെ വിലായത്തിന്റെ മർത്തബയിലെത്തിയ മഹാന്മാരെ കുറിച്ച് മഹാന്മാർ പറഞ്ഞത് കാണാം. ഔലിയാക്കൾക്കൊക്കെ ഓരോ ത്വരീഖുകളാണ്, ഓരോ റൂട്ടാണ്. ആ റൂട്ട് അനുസരിച്ച് അതാത് ഔലിയാക്കളുടെ പിന്നിൽ പോയ ആളുകൾ അതിന്റെ ബാക്കിൽ പോകും. എന്നാ ഈ ചെറിയ ആട്ടൊക്കെ ഉണ്ടാവുമ്പോ അതിനെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് സ്പീഡ് കൂട്ടിയിട്ട്, എന്നും കൂട്ടാലോ, ഇപ്പൊ സ്പീഡ് കൂട്ടാനും കഴിയും, സ്പീഡ് കുറക്കാനും കഴിയും, കൂട്ടിയിട്ട് എന്തെല്ലാം ഉണ്ടാക്കിയിട്ട് അതിലൂടെ ചൂഷണം നടത്തുക. എന്നിട്ട് പറയാണ് സുന്നികളെ റാത്തീബ് ഇങ്ങനെയാണ്, സുന്നികളെ മജ്ലിസ് ഇങ്ങനെയാണ്. തട്ടിപ്പാണ്. സുഹൃത്തുക്കളെ, ഇതുപോലെ ഏതെങ്കിലും ഒരു മുഹറം വരുമ്പോ അപ്പൊ കാര്യമായിട്ടും ചില പുത്തനാശയക്കാര് ചിലത് കാണിക്കും. ഇതുപോലെ ഏതോ ഒരു നാട്ടില് ആരോ ചെയ്യുന്നത്, എന്തെല്ലാം ചെയ്യുന്നത് കാണിച്ചിട്ട് ഇത് സുന്നികളുടെ ചെയ്തിയാണ് എന്നെല്ലാം പറയുന്നവർ. സുഹൃത്തുക്കളെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇമാം അബ്ദുറഹ്മാൻ ബഅലവി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ബിഗിയത്തുൽ മുസ്തർശിദീനിൽ കാലേ കൂട്ടി പറഞ്ഞു, അൽ അമലു ബിയാ ഹുസൈൻ ഫീ ജിഹത്തിൽ ഹിന്ദി. ഇന്ത്യയുടെ ചില ഭാഗത്ത് യാ ഹുസൈൻ എന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളെ വിളിച്ചിട്ട് ചില ആളുകൾ ചെയ്യുന്ന പ്രവർത്തനം കാണാം. അവരുടെ ദേഹത്തിന് മുറിവ് വരുത്താറുണ്ട്, കത്തിവെക്കാറുണ്ട്. അത് യാ ഹുസൈൻ എന്ന പേരിൽ അവർ ചെയ്യുന്ന ചില ആചാരങ്ങൾ, അത് ബിദ്അത്തുൻ മദ്മൂമത്തുൻ ശദീദത്തുത് തഹരീം. അത് എന്തിന്റെ പേരിലാണ് അവർ ചെയ്യുന്നത്? ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്തായതിന്റെ പേരിൽ ദുഃഖം പ്രകടിപ്പിച്ചിട്ടാണ്. അങ്ങനെ ഒരു ദുഃഖാചരണം ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു ദുഃഖാചരണം ഇസ്ലാമിലില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നത് മഹാനവരുകൾ പറഞ്ഞു ബിദ്അത്തുൻ മദ്മൂമത്തുൻ. അത് ആക്ഷേപിക്കപ്പെടേണ്ടുന്ന ബിദ്അത്താണ്, ആക്ഷേപിക്കപ്പെട്ട ബിദ്അത്താണ്. അതേ മാറ്റി നിർത്തേണ്ടതാണ്. ഇസ്ലാം അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണത്? അത് ഈ ആളുകൾ ചെയ്യുന്നത് എന്തിന്റെ പേരിലാണ്? അതേ ദുഃഖം പ്രകടിപ്പിച്ചിട്ടാണ്. അങ്ങനെ ഒരു ദുഃഖ പ്രകടനം, ദുഃഖാചരണം ഇസ്ലാമിലില്ല. അതിന്റെ പേരിൽ സ്വബ്ർ ചെയ്യലാണ് വേണ്ടത്, അല്ലാതെ ദുഃഖം ആചരിക്കലല്ല. അതുകൊണ്ടല്ലേ ഏറ്റവും വലിയ നേതാവാരാണ്? ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളെക്കാളും ഏറ്റവും വലിയ നേതാവ് ആ ലോകത്തുള്ള സർവ്വ തങ്ങന്മാരുടെ ഉപ്പാപ്പയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പയായ അലി റളിയല്ലാഹു അൻഹുവിന്റെ അതാ ഭാര്യ മാതാവും കൂടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ അതാ പ്രിയപ്പെട്ട പിതാവായ ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് എപ്പോഴാണ്? റബീഉൽ അവ്വൽ 12-നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് എപ്പോഴാണ്? അതും റബീഉൽ അവ്വൽ 12-നാണ്. എന്നാൽ ചില ആളുകൾ ചോദിക്കില്ലേ, സുബ്ഹാനല്ലാഹ്, സുന്നികൾ എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വൽ 12-ന് തങ്ങൾ വഫാത്തായത് അന്നാണ് ഇവർ സന്തോഷിക്കുന്നത് എന്നും പറഞ്ഞ സാധാരണക്കാരെ പരിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോ ഇനി അതാ വരാറായി, ഇപ്പൊ മുഹറമായി, ഇനി സഫറാണ്, പിന്നെ റബീഉൽ അവ്വലാണ്, ഇനി ഓരോ ക്ലിപ്പും വരാൻ തുടങ്ങും. ക്ലിപ്പ് വീരന്മാരുണ്ടാകും, അവരിങ്ങനെ ക്ലിപ്പ് പുറത്തു കൊണ്ടുവരും. തങ്ങൾ വഫാത്തായ അന്ന് സങ്കടം പ്രകടിപ്പിക്കുന്നതിനേക്കാൾ ഇവർ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന് സുഹൃത്തുക്കളെ, അവർക്ക് വിവരമില്ലാഞ്ഞിട്ടാണ്. വിവരമുള്ളവർ അതിനെക്കുറിച്ച് കിതാബിൽ എഴുതിപ്പോയി. ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ കിതാബുണ്ടല്ലോ, അൽ ഹാലിലിൽ ഫതാവ. ആ കിതാബിൽ തന്നെ മഹാനവരുകൾ പറഞ്ഞിട്ടില്ലേ, തങ്ങൾ വഫാത്തായതും റബീഉൽ അവ്വൽ 12-നാണ്, ജനിച്ചതും റബീഉൽ അവ്വൽ 12-നാണ്. ജനിച്ചതിന്റെ പേരിൽ സന്തോഷിക്കുന്നു. എന്തുകൊണ്ട്? നിഅമത്ത് കിട്ടിയതിന്റെ പേരിൽ സന്തോഷിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞതുകൊണ്ട്. എന്നാൽ അന്ന് തന്നെയല്ലേ വഫാത്തായത്? എന്നാൽ അതിന്റെ പേരിൽ ദുഃഖം പ്രകടിപ്പിക്കലല്ലേ വേണ്ടത്? മഹാനവരുകൾ പറഞ്ഞു, ഇല്ല, വഫാത്തായതിന്റെ പേരിൽ ദുഃഖം പ്രകടിപ്പിക്കലില്ല. തങ്ങളുടെ വഫാത്തും വേർപാടും വലിയ സങ്കടമാണ്. ആ സങ്കടത്തിന്റെ പേരിൽ ക്ഷമിക്കലാണ് വേണ്ടത്, അല്ലാതെ ദുഃഖം ആചരിക്കലല്ല. അപ്പൊ ആ സങ്കടത്തിന്റെ പേരിൽ ക്ഷമിക്കുന്നു. ഏറ്റവും വലിയ നിഅമത്തായ ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. അപ്പൊ ചിലർ ചോദിക്കൂ, അല്ല ഉസ്താദേ, കുത്റാത്തീബുണ്ടല്ലോ എന്ന് ചോദിക്കും. കുത്റാത്തീബിന്റെ ന്യായം വേറെയാണ്, ഇവർ ചെയ്യുന്നത് വേറെയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ചില ഷിയ പ്രസ്ഥാനക്കാർ അവർ മുഹറം വരുമ്പോ ശരീരം വേദനിപ്പിച്ചിട്ട് ഇങ്ങനെല്ലാം കാട്ടിക്കൂട്ടുന്നത് ദുഃഖം പ്രകടിപ്പിച്ചിട്ടാണ്. അങ്ങനെ ഒരു ദുഃഖം പ്രകടിപ്പിച്ചിട്ട് കാട്ടിക്കൂട്ടൽ ഇസ്ലാമിലില്ല. അതേസമയത്ത് കുത്റാത്തീബിലുള്ളത് എന്താണ്? കുത്റാത്തീബിലുള്ളത് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ കറാമത്ത് പ്രകടിപ്പിച്ചുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് കുത്റാത്തീബ് എന്നതിനെ ആക്ഷേപിക്കാൻ പറ്റൂല, ഒറ്റയടിക്ക് കുത്റാത്തീബിനെ ഇല്ല എന്ന് പറയാൻ പറ്റൂല. അതേസമയത്ത് അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഉണ്ട്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഒറ്റയടിക്ക് കുത്റാത്തീബിനെ പറയാൻ കാരണം ഇത് പാടില്ല എന്നല്ലേ, പിന്നെ കുത്റാത്തീബ് എങ്ങനെ പറ്റും? അത് രണ്ടിന്റെ ന്യായങ്ങൾ വേറെയാണ്. അതുകൊണ്ടാണ് ഒന്ന് പാടില്ലാത്തതും മറ്റൊന്ന് പറ്റുന്നതും. ഞാനിപ്പോ ഇതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ചൂഷണം എന്നത് എല്ലാ മേഖലയിലും ഉണ്ട്, ആത്മീയത മേഖലയിലും ഉണ്ട്. ആത്മീയത ഇന്ന് എല്ലാ കാട്ടിക്കൂട്ടലുകളാണ്. സുബ്ഹാന ജല്ല ജലാലുഹു, ഈ മൊബൈൽ വന്നതിന് ശേഷം എല്ലാം കാട്ടിക്കൂട്ടലുകളാണ്. ഇബാദത്തുകൾ കുറഞ്ഞുപോയി. ഇനി ആരാണിപ്പോ ഇബാദത്തിലുള്ളത്? എത്രയോ ഉമ്മമാര് സഹോദരിമാര് വേല കേൾക്കുന്നുണ്ട്. അല്ലാഹുവേ, നീ അവർക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, വലിയ സന്തോഷം നൽകണേ അല്ലാഹ്. ഓ ഉമ്മമാരെ, ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ ജീവിതകാലത്തും വഫാത്തിന് ശേഷവും നിങ്ങളുടെ എത്ര കാര്യങ്ങളും പ്രയാസങ്ങൾ പറയാനാണ് നിങ്ങൾ തങ്ങളരികിലേക്ക് വന്നത്. അപ്പോഴൊക്കെ തങ്ങൾ നിങ്ങളെ കൊണ്ട് പിന്നെ യാസീൻ ഓദിപ്പിച്ചില്ലേ ബഹുമാനപ്പെട്ട തങ്ങളെ കൊണ്ട്? ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത് അതാണ്. തങ്ങളെ കൊണ്ട് എത്ര ആളുകളാണ് യാസീൻ ഓതിയിട്ടുള്ളത്. യാസീൻ അങ്ങോതും, കാണുന്നവരോടൊക്കെ യാസീൻ ഓതാൻ എത്ര 41 ദിവസം. 40 ആയിപ്പോയാൽ ചിലപ്പോൾ ആരെങ്കിലും യൂട്യൂബിൽ അവിടെ ഇങ്ങനെ താഴെ കമന്റ് ചെയ്തു 41 കണ്ട് ഉറപ്പുവരുത്തിയത് കൊണ്ടാണ്. 41 ദിവസം യാസീൻ. ഇന്നും ഇപ്പൊ ബഹുമാനപ്പെട്ട തങ്ങളരികിൽ വന്നാൽ തങ്ങളവരികൾ അങ്ങനെ തന്നെ പറയും, 41 യാസീൻ ഓതാൻ. അപ്പൊ ഇങ്ങനെ ബദരീങ്ങളെ പേരിൽ യാസീൻ ഓതാൻ പറയും. അങ്ങനെ ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മഹാനവരുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ കാര്യം നേടിക്കിട്ടണം എന്ന് കരുതിയിട്ടാണെങ്കിലും 41 യാസീൻ ഓതിയില്ലേ? ആ 41 യാസീൻ ഓതുമ്പോഴേക്ക് നമുക്ക് അതിന് പരിഹാരം കിട്ടിയില്ലേ? അപ്പൊ അതിലൂടെ എന്താ ഉണ്ടായത്? എത്ര ആളുകളെ കൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഖുർആൻ ഓതിപ്പിച്ചു.
സ്വന്തമാണോ റമദാനിൽ ഖുർആൻ ധാരാളം ഖത്ം തീർത്തതല്ല, സ്വന്തം ചെയ്തു, മറ്റുള്ളവരെ കൊണ്ട് ധാരാളം. ഇപ്പൊ ഈ കഴിഞ്ഞ റമദാനിലെ ഒരു ചങ്ങാതി ഒരു ഖത്ം ഓരോ ദിവസം ഓതി തീർത്തു എന്നാ പറഞ്ഞു. ഒരു സാധാരണക്കാരൻ ഓരോ ദിവസവും ഓരോ ഖത്ം ഓതി തീർത്തു. അപ്പൊ അവനോട് കാരണം ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ ആ ചരിത്രം കേട്ടിട്ടാണ് എന്നാണ്. കൂറത്തങ്ങളെ ചരിത്രം കേട്ടിട്ടാണ് അത് നമുക്ക് ഒരു ആവേശമായി തോന്നിയത്. അപ്പൊ ഇങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങളെ ജീവിതം പഠിച്ചപ്പോ അവിടെ നിന്ന് ഇങ്ങനെ ഖുർആൻ ഖത്ം ഓതാൻ, ഒരു ദിവസം ഒരു ഖത്ം. അങ്ങനെ യാസീൻ ഓതിപ്പിച്ചു. ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്ന, സഹോദരിമാരോട് പറയുന്നത്, മഹാനവരുകളുടെ വഫാത്തിന് ശേഷം നമ്മൾ യാസീൻ കൈവിടാൻ പാടില്ല. ഇബാദത്ത് നമ്മൾ ഇങ്ങനെ മൊബൈലിൽ നിന്ന് ഇങ്ങനെ കുത്തിയിരിക്കണവരായി അതപ്പതിക്കാൻ പാടില്ല. അതിനൊക്കെ ഒരു സമയം വെക്കുക, ഒരു പരിധി വെക്കുക. ആ സമയത്തിൽ മാത്രം മൊബൈൽ എടുക്കുക. അതായത് നമ്മൾ കാണേണ്ടതൊക്കെ കാണാന്നല്ലാതെ എപ്പോഴും അതിന്റെ ബാക്കിൽ തന്നെ ആയാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കുറെ വാല് കേൾക്കും, മൊബൈലിലൂടെ കുറെ സംഗതിയാത്തുകൾ നടക്കും, പക്ഷേ നമ്മുടെ ഇബാദത്ത് കുറഞ്ഞു പോകും. പഴയ കാലത്തെ മഹാന്മാരൊക്കെ സുബ്ഹാന ജല്ല ജലാലുഹു ഖാലിദ് ഇബ്നു മഅദാൻ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ വഫാത്തായി കിടക്കുമ്പോൾ സിയറു അലാമിൻ നുബലാഇൽ ഹാഫിദുൽ ദഹബി പറയുന്നത് കാണാം. ചരിത്ര കിതാബാണ്. ഖാലിദ് ഇബ്നു മഅദാൻ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് വഫാത്തായിട്ട് കിടക്കുകയാണ്. മയ്യിത്ത് കുളിപ്പിക്കാൻ എടുത്തു. അടുത്ത് കുറെ ആളുകളുണ്ട്. കൈ വിരൽ ഇങ്ങനെ അനങ്ങാണ്. എന്താ കാരണം? മഹാനവരുകളുടെ മയ്യിത്ത് തസ്ബീഹ് ചൊല്ലുക. സിയറു അലാമിൻ നുബല ഹാഫിദുൽ ദഹബി പറയുന്നത് കാണാം. അപ്പൊ എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം എന്താ കാരണം? മഹാനവരുകളെ ജീവിതകാലത്ത് മഹാനവരുകൾ എന്നും ഖുർആൻ ഓതും. ഖുർആൻ ഓതുന്നതിന് പുറമെ എല്ലാ ദിവസവും 40,000 ദിക്ർ ചൊല്ലുന്ന. നമ്മളിപ്പോ ഒരു ദിവസം എത്ര ദിക്റല്ല? നമ്മളൊരു ദിവസം കുറെ ചൊല്ലും, ദിക്റല്ല ഗീബത്ത്. നമ്മൾ കുറെ എണ്ണിപ്പറയും, പക്ഷെ അത് ദിക്റല്ല എന്നുള്ളൂ. ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും അതല്ലാതെ വേറെന്താ? അതേ സമയത്ത് ഖാലിദ് ഇബ്നു മഅദാൻ തങ്ങൾ ഒരൊറ്റ ദിവസം കുല്ല യൗമിൻ, എല്ലാ ദിവസവും സിവാമാ യഖറഉ മിനൽ ഖുർആൻ, ഖുർആൻ ഓത്തിന് പുറമെ ഓരോ ദിവസവും 40,000 തസ്ബീഹ, 40,000 തസ്ബീഹ് ചൊല്ലുന്ന മഹാനവരുകൾ. നമ്മൾ എത്ര ചൊല്ലി? ഓ ഉമ്മമാരെ, പുതിയ വർഷത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഇബാദത്തുകൾ ധാരാളം അധികരിപ്പിക്കണം. അതാണ് ബഹുമാനപ്പെട്ട ഖുർറത്തുസ് സാദാത്ത് തങ്ങളുപ്പാപ്പ നമുക്ക് കാണിച്ചു തന്നത്. ഞാൻ പറഞ്ഞല്ലോ, കേവലം കറാമത്തുകൾ മാത്രമല്ല, അത്ഭുതങ്ങൾ മാത്രമല്ല, ധാരാളം അത്ഭുതം ബഹുമാനപ്പെട്ടവർ ജീവിതത്തിൽ കാണിച്ചു തന്നു. നേരത്തെ പറഞ്ഞില്ലേ, വെള്ളം മന്ത്രിച്ചപ്പോൾ ഒരുപാട് ഫലം ഉണ്ടായി. എന്നാൽ നമ്മൾ ആ ഒരു ഭാഗം മാത്രമല്ല നോക്കേണ്ടത്, അതിന്റെ മറ്റൊരു ഭാഗമുണ്ട്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാം. ആർക്കെങ്കിലും ഒരാൾക്ക് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കറാമത്ത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കറാമത്ത് പറയാൻ അറിയുന്ന ഒരു സദസ്സിൽ ആരെങ്കിലും? കറാമത്ത് ഒരുപാടുണ്ട്. എന്നാലും നമ്മൾ ഈ കേൾക്കുന്ന വിധത്തിലുള്ള കറാമത്തുകൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ കറാമത്ത് ചരിത്രത്തിൽ അങ്ങനെയൊന്നും കൂടുതൽ കാണുന്നില്ല. കറാമത്ത് എന്ന് പറഞ്ഞാല് ഇങ്ങനെ മന്ത്രിപ്പിച്ചപ്പോ അസുഖം മാറിയോ അങ്ങനെ അതുപോലത്തത് ഒന്നും കൂടുതലൊന്നും കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ തീരെ കാണുന്നില്ല എന്നല്ല, കൂടുതലൊന്നും കാണുന്നില്ല. എന്നാ നിങ്ങൾക്കറിയോ, സ്വഹാബത്തിന്റെ കൂട്ടത്തില് ഏറ്റവും വലിയ സ്ഥാനത്തിലുള്ള സ്വഹാബി ആരാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കഴിഞ്ഞിട്ടേ മറ്റുള്ള എല്ലാ സ്വഹാബത്തുള്ള ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളായാലും, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളായാലും, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളായാലും ഒക്കെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാം സ്ഥാനം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ഒരു മഹത്വം സ്വർഗത്തിൽ വെച്ച് നടക്കാൻ പോകുന്നത് തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാം. എന്താണ് മഹത്വം എന്നറിയോ? അല്ലാഹുവിനെ കാണാൻ കഴിയും സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾക്ക്. അല്ലാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. അല്ലാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. അപ്പൊ ജനങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ അല്ലാഹുവിനെ കാണുന്നത് ഒന്നിച്ചാണ്. അല്ലാഹുവിനെ എല്ലാവർക്കും ഇങ്ങനെ കാണും. എന്നാ
സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് ഒന്ന് സ്പെഷ്യലായിട്ട് കാണും. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതൊരു സ്പെഷ്യാലിറ്റി വേറെയാണ്. ഫ്ലൈറ്റിൽ കയറുമ്പോ ചിലപ്പോ എക്കണോമിക് ക്ലാസ് വേറെയാണ്, ബിസിനസ് ക്ലാസ് വേറെയാണ്, ഫസ്റ്റ് ക്ലാസ് വേറെയാണ്. അപ്പൊ അവിടെ ബോർഡിങ്ങിന്റെ സമയത്ത് ആദ്യം വിളിക്കുന്നത് ബിസിനസ് ക്ലാസ്സുകാരെയാണ്. എന്താ കാരണം എന്നറിയോ? ഒരു പൈസ കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. എക്കണോമിക് ക്ലാസ്സുകാര് അത്ര പൈസ ഒന്നുമില്ല, ബിസിനസ് ക്ലാസ്സുകാർ കൊടുത്തത്ര, ഫസ്റ്റ് ക്ലാസ് കൊടുത്തത്ര പൈസ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യം കയറ്റുന്നത് ആർക്കാണ്? ബിസിനസ് ക്ലാസ്സുകാരെയാണ്. എന്താ കാരണം? അവര് പൈസ മറ്റേ ചങ്ങായി 25,000 ആണെങ്കിൽ ഇവർ 1 ലക്ഷം കൊടുത്തിട്ടുണ്ട് അങ്ങനെ സീറ്റിന്. അങ്ങനെയാണ് ബിസിനസ് ക്ലാസ്സുകാർക്ക് ആദ്യം കിട്ടുക. അപ്പൊ ചിലപ്പോ എക്കണോമിക് ഉള്ളവർക്കെല്ലാം ചിലപ്പോ തോന്നും, എനിക്കൊരു ധർമ്മത്തിനൊരു ബിസിനസ് ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു, വേഗം പോയിട്ടൊന്ന് ഇരിക്കാലോ. കയറിയ ഉടനെ എക്കണോമിക് ക്ലാസ്സുകാരനുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷമാണ് എന്തെങ്കിലും തിന്നാനും കുടിക്കാനും ഒക്കെ വരിക. ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കുന്നവൻ അങ്ങനെയല്ല. അവൻ എങ്ങനെ കിട്ടും? അവന് ആദ്യം ഇരുന്ന ഉടനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൻക്ക് വന്നിട്ട് ക്യാബിൻ ക്രൂ വന്നിട്ട് ചോദിക്കും, ജ്യൂസ് എന്താ വേണ്ടത്? ആദ്യം തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. അത് ബിസിനസ് ക്ലാസ്സുകാർ. എന്താ കാരണം? അവർക്കൊരു പ്രത്യേകമായ പരിഗണന അവിടെ നിന്ന് വെച്ച് നൽകുകയാണ്. അത് എന്തിന്റെ പേരില്? മുത്തഖിയായതിന്റെ പേരിലായിരിക്കൂല. പിന്നെ അത് അങ്ങനൊന്നും അല്ലല്ലോ. പിന്നെ പൈസ കൂടുതൽ. അപ്പൊ എന്താണ്? അവൻ ആ ചെലവഴിച്ചതങ്ങ് കൂടി, പൈസ കൂടുതൽ ചെലവഴിച്ചു എന്നതാണ്, പൈസ കൂടുതൽ കൊടുത്തു എന്നത്. എന്നാൽ ആഖിറത്തിൽ ഒരു ബിസിനസ് ക്ലാസ് ഉണ്ട് സുഹൃത്തുക്കളെ. പരലോകത്തൊരു ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അത് സൗദി എയർലൈൻസിൽ കയറുമ്പോഴുള്ള ബിസിനസ് ക്ലാസ് അല്ല, ഖത്താർ എയർവേസിൽ കയറുമ്പോഴുള്ള ബിസിനസ് ക്ലാസ് അല്ല, ഇത്തിഹാദിൽ കയറുമ്പോഴല്ല, എമിറേറ്റ്സിൽ കയറുമ്പോഴല്ല. പരലോകത്തൊരു ബിസിനസ് ക്ലാസ് ഉണ്ട്. അവിടെ അല്ലാഹു തആല ചില ആളുകളെ പ്രത്യേകം ചോദിക്കും, ഐന ഐന ഐന, എവിടെയാണ് എന്റെ അടിമകളിൽപ്പെട്ടവരെവിടെയാണ്? ചില ബിസിനസ് ക്ലാസ്സുകാരെ അല്ലാഹു തആല പ്രത്യേകം അവിടുന്ന് വിളിച്ചു ചോദിക്കും, അവരെവിടെയാണ്? അവരാരാണെന്നറിയുമോ? കൂടുതൽ മൊബൈൽ നോക്കിയവരല്ല, മൊബൈലിലായി കൂടുതൽ സമയം ചെലവഴിച്ചവരല്ല. ഓ ഈമാനുള്ള ജനങ്ങളെ, വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ, പടച്ച റബ്ബിന്റെ അരികിൽ പ്രതിഫലത്താൽ ഏറ്റവും ഖൈറായത് ഇവിടുന്ന് ചെയ്തു വെച്ച കുറെ നന്മകളാണ് കേട്ടോ, കുറെ നല്ല സൽക്കർമ്മങ്ങളാണ് കേട്ടോ. ആ സൽക്കർമ്മങ്ങളാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. അതിന് ഏറ്റവും നല്ല സമയമാണ് മുഹറം മാസം. അതേ അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ, റമളാനിന് ശേഷം നോമ്പ് നോൽക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം. അതേ യുദ്ധം ഹറാമായ മാസങ്ങളാണ്. റമളാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പ് നോക്കാൻ ഏറ്റവും മഹത്വമുള്ള മാസം, യുദ്ധം നിഷിദ്ധമായ മാസം. അതാണ് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ആ 4 മാസങ്ങളിൽ തന്നെ ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതി വെച്ചില്ലേ, ആ 4 മാസങ്ങളിൽ വെച്ച് അതേ നോമ്പ് നോൽക്കാൻ ഏറ്റവും മഹത്വമുള്ള മാസം ശഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിലേക്ക് ചേർത്തി പറയുന്ന മാസമായ അല്ലാഹുവിന്റെ മാസമാകുന്ന മുഹറം മാസത്തിലാണ് കേട്ടോ. ആ മുഹറം മാസം നോമ്പ് നോൽക്കേണ്ട മാസമാണ്. മുഹറം 9, 10, ആശൂറാ, അതുപോലെ താസുആ, ആശൂറാ. ഞാൻ അതിന്റെ മാത്രം ഇൻഷാ അല്ലാഹ് നാളത്തെ വാലിൽ അതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഉമ്മമാരെ, സഹോദരിമാരെ, മുഹറം 9-നും 10-നും മാത്രമല്ല നോമ്പ് സുന്നത്തുള്ളത്. അതേ മഹാന്മാര് പറയുകയാണ്, മുഹറം 1 മുതൽ 10 വരെ
ഇബ്നു ഹജനിൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ കുബ്രയിൽ പറഞ്ഞു, മുഹറമിലെ ആദ്യത്തെ 10 നോമ്പ് അത് പ്രധാനപ്പെട്ട സുന്നത്താണ്. 1 മുതൽ 10 വരെയുള്ള നോമ്പ് പ്രധാനപ്പെട്ട സുന്നത്താണ്. എന്നാൽ 1 മുതൽ 10 വരെ മാത്രമാണോ? അല്ല. ബൽ സൗമു ശഹരി കുല്ലിഹി സുന്ന. മുഹറം അവസാനം വരെ നോമ്പ് നോക്കുന്നത് സുന്നത്താണ്. എന്നാൽ 1 മുതൽ 10 വരെയുള്ള ദിവസമോ ആ ദിവസം നോമ്പ് നോൽക്കാൻ പ്രധാനപ്പെട്ട സുന്നത്താണ്. പഴയ കാലത്തൊക്കെ എന്തെങ്കിലും ഒരു നല്ല കാര്യമൊക്കെ ചെയ്യുമ്പോൾ അത് മുഹറം 10 കഴിയട്ടെ എന്ന് പറയാറുണ്ട് അല്ലേ? മുഹറം 10 കഴിഞ്ഞോട്ടെ എന്ന്. അതിന്റെ കാരണം എന്താ? 1 മുതൽ 10 ബെടക്കായിട്ടല്ല. 1 മുതൽ 10 വരെ ബെടക്കായിട്ടൊന്നുമല്ല. പിന്നെന്താണ്? 1 മുതൽ 10 വരെ പ്രധാനപ്പെട്ട സുന്നത്താണ് നോമ്പ് നോൽക്കുന്നത്. അപ്പൊ അന്ന് എല്ലാരും വിളിച്ചിട്ട് ഭക്ഷണം എല്ലാം കൊടുത്താൽ അപ്പൊ ആ നോമ്പിനെതിരാണല്ലോ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെയാണ്. ഞാനിപ്പോഴും ഓർക്കാണ്, ഞാൻ എന്റെ ഉസ്താദിനോട് ഒരു കാര്യത്തിന് വേണ്ടി ഡേറ്റ് ചോദിച്ചു. അപ്പൊ എന്റെ ഉസ്താദിനോട് ഡേറ്റ് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു മുഹറം 10 കഴിയട്ടെ എന്ന്. അപ്പൊ എന്താ? അപ്പൊ തന്നെ ഉസ്താദ് പറയുകയും ചെയ്തു, എന്താ മുഹറം 10 കഴിയാൻ കാരണം? അത് 1 മുതൽ 10 വരെ നോമ്പ് സുന്നത്തുള്ള സമയമല്ലേ. അപ്പൊ ആ സമയം പിന്നെ ഭക്ഷണം ഇങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ ഇതാക്കണ്ടെന്ന് കരുതിയിട്ടാണ്. അല്ലാതെ 1 മുതൽ 10 വരെ മോശണ്ടായിട്ടോ ബെടക്കായിട്ടോ ഒന്നുമല്ല. അത് നോമ്പ് സുന്നത്തുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളായതുകൊണ്ടാണ് മുഹറം 10 കഴിയട്ടെ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇബാദത്തിന്റെ മാസമാണ് മുഹറം. അതാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫതാവൽ കുബ്രയിൽ അങ്ങനെ പറഞ്ഞത്. 1 മുതൽ 10 വരെ നോമ്പ് പ്രധാനപ്പെട്ട സുന്നത്താണ്. മുഹറം ഫുള്ളായി നോമ്പ് നോൽക്കേണ്ടുന്ന മാസമാണ്. ഓ കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ ധാരാളം അധികരിപ്പിക്കണം. ആഖിറത്തേക്ക് സമ്പാദ്യം എടുത്തു വെക്കണം. പരലോകത്തേക്ക് ധാരാളം സമ്പാദിച്ചു വെക്കണം. അതിന് അതാ ഒരു വർഷത്തിന്റെ തുടക്കം വരുമ്പോൾ തീരുമാനിക്കണം. എന്തേ കാരണം? സുഹൃത്തുക്കളെ, വർഷത്തിന്റെ തുടക്കം നന്നായാൽ അതെ ആ വർഷം മുഴുവനും നന്നാകും. ഒരു വർഷത്തിന്റെ തുടക്കം കേടായാലോ ആ വർഷം മുഴുവനും നമുക്ക് കേടായി പോകും. അതുകൊണ്ടാണല്ലോ 2 മലക്കുകൾ മഹാന്മാരെ പഠിപ്പിച്ചത് കാണാം. ആ 2 മലക്കുകൾ എല്ലാം റെക്കോർഡ് ചെയ്തു വെക്കുന്ന മലക്കുകൾ. ആ മലക്കുകൾ അല്ലാഹുവിലേക്ക് നമ്മുടെ ഏടുകൾ ഇങ്ങനെ ഉയർത്തും. മനുഷ്യൻ ചെയ്ത നന്മകൾ അതിലുണ്ട്, മനുഷ്യൻ ചെയ്ത തിന്മയെല്ലാം അതിലുണ്ട്. അല്ലാഹു തആല ആ ഏട്ടിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ഫി അവ്വലിഹാ, ആ ഏടിന്റെ ആദ്യ ഭാഗത്താ നോക്കുന്നത്. അത് ഒരു വർഷത്തിന്റെ ആദ്യ ഭാഗത്തുള്ളതാണ് നോക്കുന്നത്. പിന്നെ വഫി ആഖിരിഹാ ഖൈറാ, പിന്നെ ആ ഏട്ടിന്റെ അവസാന ഭാഗമാണ് നോക്കുന്നത്. അവിടെ നോക്കുമ്പോഴും ഖൈർ കാണുന്നു. വർഷത്തിന്റെ തുടക്കത്തിൽ ചെയ്തത് നല്ലത് കാണുന്നു, വർഷത്തിന്റെ അവസാനം ചെയ്തത് നല്ലത് കാണുന്നു. അപ്പൊ അല്ലാഹു തആല മലക്കുകളോട് പറയാണ്, ഓ മലക്കുകളെ, ഉഷ്ഹിദുക്കും അന്നീ ഗഫർതു ലിഅബ്ദി മാ ബൈന തർഫൈഹാ, എന്റെ ഈ അടിമയുടെ വർഷത്തിന്റെ തുടക്കം നല്ലതാണ്, ഒടുക്കം നല്ലതാണ്. ഇടയിൽ കുറച്ച് തെറ്റുകളൊക്കെയുണ്ട്, ഞാൻ അവന് പുറത്തു കൊടുത്തു. ഇതിന്റെ അർത്ഥം മുഹറമിൽ മാത്രം കുറച്ച് നന്നാവുക, ദുൽഹിജ്ജയിലും കുറച്ച് നന്നാവുക, ഇടക്കൊക്കെ ഒന്ന് ബെടക്കാവുക, അങ്ങനൊന്നുമല്ല. പിന്നെ എല്ലാം നന്നാകണം. പക്ഷെ ഇടക്ക് കുറച്ചൊക്കെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അല്ലാഹു തആല വലിയ കാരുണ്യവാനാണ്. ആ റബ്ബ് പുറത്തു തരും. അപ്പൊ കൊല്ലത്തിന്റെ അവസാനം നന്നായിരിക്കണം, കൊല്ലത്തിന്റെ തുടക്കം നന്നായിരിക്കണം. ഓ സുഹൃത്തുക്കളെ, വർഷത്തിന്റെ തുടക്കം അത് സ്വാഗതം ചെയ്യേണ്ടത് എങ്ങനെയാണ്? പടച്ച റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. റബ്ബേ, എന്റെ ജീവിതത്തിൽ അതാ ഒരു പ്രധാനപ്പെട്ട ആയുസ് അവസാനിച്ചിരിക്കുന്നു, തീർന്നിരിക്കുന്നു. കാരണം എന്താണ്? മനുഷ്യ, പുതിയ വർഷം കടന്നു വരുമ്പോ കും ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ അബിറു സബീൽ,
ലോക നേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, തങ്ങളെ ഉപദേശമാണല്ലോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ മോനാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ തോളത്ത് കുഞ്ചിയിൽ കൈവച്ചു. എന്നിട്ട് അതാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിക്കുകയാണ്, ഓ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ, കും ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഓ നിങ്ങൾ ഏതുപോലെ ജീവിക്കണം ദുനിയാവിൽ കഴിയുമ്പോ, അത് ഏത് ഭാഗത്താണെങ്കിലും ശരി, ദുനിയാവില് ജീവിക്കുമ്പോ കഅന്നക ഗരീബ്, നിങ്ങളൊരു വിദേശിയെ പോലെ ഉണ്ടാകണം, വിദേശിയെ പോലെ ഉണ്ടാകണം. ദുബായിൽ പോകുന്നവരില്ലേ, സൗദിയിൽ പോകുന്നവരില്ലേ, ജോലിക്കാണ് പോകുന്നത്, എന്നാലും അവനൊരു വിദേശിയാണ്, അവന്റെ നാടോ ഇന്ത്യയാണ്, സ്വദേശം ഇവിടെയാണ്. ഇനി ഒന്നും കൂടി പറയട്ടെ, UK-യിൽ ചെന്ന് നോക്കുമ്പോൾ, ഇംഗ്ലണ്ടിൽ, അവിടെ സുബ്ഹാനല്ലാഹ് നമ്മുടെ മംഗലാപുരത്തുകാരുണ്ട്, കുടുംബസഹിതം അവിടെ അതാ താമസിക്കുന്നുണ്ട്. അല്ലാഹുവേ, സാധുവായ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നവർ, എന്റെ വസ്ത്രം വൃത്തിയാക്കി തേച്ച് തന്നവർ വരെയുണ്ട്. നീ അവർക്കെല്ലാം രണ്ട് ലോകത്തും സന്തോഷം അവർക്കും ഈ സദസ്സിലുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നൽകണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. നോക്കുമ്പോ ഞാൻ നോക്കുന്നു, എന്റെ പാസ്പോർട്ടിന്റെ നിറം വേറെയാണ്, അവരുടെ പാസ്പോർട്ടിന്റെ നിറം വേറെയാണ്. നോക്കുമ്പോൾ അവർ അവിടെ പോയി കുറെ കാലം കഴിഞ്ഞപ്പോ അവർ ബ്രിട്ടീഷ് പാസ്പോർട്ട് ഹോൾഡർമാർ ആയി. ഇപ്പൊ അവർ ബ്രിട്ടീഷ് ആ നാട്ടുകാരായി. എന്നാലും അവർ എന്നോട് പറയാണ്, ഉസ്താദേ, ഓഗസ്റ്റ് മാസം അതാ വെക്കേഷനാണ്, ഞങ്ങൾ നാട്ടിൽ വരുന്നുണ്ട്. അപ്പോഴും അവർ പറയുന്നത് നാട് ഇതാണ് എന്നാണ്. പാസ്പോർട്ട് ഇപ്പോഴും അവർക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് ആണ്, മംഗലാപുരത്തുകാരാണ്. പറയുന്നത് ഓഗസ്റ്റിൽ ഞങ്ങൾ നാട്ടിൽ വരുന്നുണ്ട്. എന്തേ കാരണം? അവർക്ക് ഇപ്പോഴും അറിയാം അവരുടെ പാസ്പോർട്ട് അവിടുത്തെ പാസ്പോർട്ട് ആണെങ്കിലും അവരതാ നാട് ഈ നാടാണ്. എന്നാൽ പറയട്ടെ, UK-ക്കാർക്കായാലും US-കാർക്കായാലും ലോകത്ത് ഏത് ഭാഗത്തുള്ളവർക്കായാലും, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്. ഓ വാല കേൾക്കുന്ന യുവാക്കളെ, കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, കൗമാരപ്രായമുള്ള മക്കളെ, മരക്കപ്പുറത്തിരുന്ന് വേല കേൾക്കുന്ന യുവതികളെ, ദുനിയാവിൽ കഴിയുമ്പോൾ അതായിരുന്നില്ലേ ഖുർറത്തു സദാത്ത് തങ്ങളുപ്പാപ്പാന്റെ ഉപദേശം? അതായിരുന്നില്ലേ അവിടുത്തെ വാല്? ആര് എപ്പോഴാണ് എപ്പോഴും പറയും, തങ്ങളാ, മൊയ്ലാരാ, ഹാജിയാരാ, ഖാലിയാരാ, ആരായാലും മരിക്കും, ഒരു ദിവസമല്ല ഒരു ദിവസം മരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ എപ്പോഴും നമ്മെ ഉപദേശിച്ച്, ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ ഉപദേശം എന്താ? ഇതുപോലെ എന്നെ പോലെ നീട്ടിവലിച്ചിട്ട് വാള് പറയലാണോ? അല്ല. ഒരേ സംസാരത്തിൽ അവിടുന്ന് വാളും പറയും, ഒരേ സംസാരത്തിൽ ദുആ ചെയ്യുകയും ചെയ്യും, ഉണർത്തുകയും ചെയ്യും. ഇരിക്കണ എല്ലാ ആളുകളും ശ്രദ്ധിച്ചങ്ങ് കേൾക്കും. എന്താണ് ഈ പറയുന്നത്? അതിലെല്ലാം പറയും. എന്താണ് അവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഫിത്ന പറയണ്ട, ഫസാദ് പറയണ്ട, ഗീബത്ത് പറയണ്ട, നമീമത്ത് പറയണ്ട, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തണ്ട, ആലിമീങ്ങളെ ചീത്ത പറയണ്ട, കണ്ടു കാണുന്ന അനാചാരങ്ങളുടെ പിന്നാലെ പോകണ്ട, കല്യാണത്തിന്റെ പേരിൽ തോന്നിവാസം നടത്തണ്ട, അന്യ ആണും അന്യ പെണ്ണും അവിഹിത ബന്ധം സ്ഥാപിക്കണ്ട, നിസ്കാരം ഖളാ ചെയ്യണ്ട, കുടുംബ ബന്ധം മുറിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. മരുമകളെ ശപിക്കരുത്, അമ്മായിമാനെ വേദനിപ്പിക്കരുത്, ഭാര്യനെ വേദനിപ്പിക്കരുത്, ഭർത്താവിനെ വേദനിപ്പിക്കരുത്. ഒരു 1.5 മണിക്കൂറിലെ വഅദും ദുആയൊക്കെ ഉണ്ടെങ്കിൽ അതിലെല്ലാം ഉപദേശം വന്നിരിക്കും, അത് ഖൽബിൽ തട്ടിയിരിക്കും. അതാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ വഅദും ഉപദേശവും. അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ നീ ഞങ്ങൾക്കത് കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അവിടെ എപ്പോഴും പറയുന്നത് എന്താ? ഒരുങ്ങിക്കോ എന്നാണ്. എല്ലാ പ്രസംഗത്തിലും ഉള്ളത് അങ്ങനെയാണ്. യാത്രക്ക് ഒരുങ്ങണം. ആ യാത്രയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ ഗൾഫിൽ നിന്ന് വന്നു, ഞാൻ ഇപ്പോഴും യാത്രയാണ്. എന്റെ ജമ്മും ഖസറും ഇപ്പോഴും മുറിഞ്ഞിട്ടില്ല.
അത് എന്റെ മൂടുബിദ്രയിൽ എന്റെ വീട്ടിലെത്തിയാലാണ്, അത് അതിർത്തിയിലെത്തിയാലാണ് അത് തീരുന്നത്. എന്നാലും ഞാൻ എന്റെ നാട്ടിലെത്തിയാലും, ഞാൻ എന്റെ വീട്ടിലെത്തിയാലും, ഞാൻ എന്റെ ദർസിലെത്തിയാലും എന്റെ യഥാർത്ഥ മറ്റൊരു യാത്ര തീരുന്നില്ല. അതാണ് ലുഖ്മാനുൽ ഹകീം തങ്ങൾ. ഓ സുഹൃത്തുക്കളെ, മഹാനവരുകൾ പ്രിയപ്പെട്ട മോനെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ, യാ ബുനയ്യ, ഓ പൊന്നുമോനെ. സ്വന്തം മോനെ വിളിച്ചിട്ട് കൂടുതലും ഉപദേശിച്ച ബാപ്പയാണ് ലുഖ്മാനുൽ ഹകീം തങ്ങൾ റളിയല്ലാഹു അൻഹു. ആ ഉപദേശം കൊടുത്ത കൂട്ടത്തിൽ മഹാനവരുകൾ സ്വന്തം മകനെ വിളിച്ചിട്ട് പറയാണ്, യാ ബുനയ്യ, അല്ല കുഞ്ഞുമോനെ, ലികുല്ലി ഇൻസാനിൻ ബൈതാൻ, എല്ലാ മനുഷ്യനും 2 വീടുണ്ട് മോനെ. ബാപ്പ മോനെ വിളിച്ചിട്ട് ഉപദേശിക്കുകയാണ്, ലികുല്ലി ഇൻസാനിൻ ബൈതാൻ, എല്ലാ മനുഷ്യർക്കും 2 വീടുണ്ട്. ഒന്ന് ബൈത്തുൻ ഷാഹിദൂൻ, ഒന്ന് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ വീടാണ്. ആ വീടാണ് നമ്മുടെ നാട്ടിൽ ഉള്ള വീട്, നമ്മൾ കിടക്കുന്ന വീട്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വീട്, നമ്മൾ താമസിക്കുന്ന വീട്. അത് ബൈത്തുൻ ഷാഹിദുൻ, കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ വീടാണ്. എന്നിട്ട് മോനോട് പറഞ്ഞു, മോനെ, ഇനി 2ാമത്തൊരു വീടുണ്ട്, വബൈത്തുൻ ഗായിബുൻ, അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വീടാണ് മോനെ. അതിന്റെ ഉള്ളിൽ നടക്കാൻ പോകുന്നത് കാണുന്നില്ല. എന്നിട്ട് മോനോട് പറയാണ്, അതുകൊണ്ട് മോനെ, ഫലാ യുൽഹിയന്നക ബൈതുകൽ ഹാദിറുല്ലദീ ഫീഹി ഉംറുക ഖലീൽ അൻ ബൈതികൽ ഗായിബില്ലദീ ഉംറുക ഫീഹി തവീൽ. മോനെ, കുറഞ്ഞ ആയുസ് മാത്രമുള്ള ആ ദുനിയാവിന്റെ വീട്ടിലെ സുഖങ്ങൾ കാരണം ദീർഘകാലം ജീവിക്കാനുള്ള, കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റാത്ത ആ വീടിനെ മറന്നു പോകരുത് മോനെ. സ്വന്തം പിതാവായ ലുഖ്മാനുൽ ഹകീം തങ്ങള് സ്വന്തം മോനെ വിളിച്ച് ഉപദേശിച്ച ഉപദേശം എത്ര അർത്ഥമുള്ള ഉപദേശമാണല്ലോ. അതാണ് പറഞ്ഞത്, എപ്പോഴും ഒരു വിദേശിയാണ്, ഒരു യാത്രക്കാരനാണ്. ആ യാത്ര പോകുന്ന ആളോ, ആ യാത്ര പോകുന്ന ആള്, അയാള് പിന്നെ ഉള്ള സ്ഥലത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നില്ല. എപ്പോ അവസാനത്തെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ ഒന്ന് എത്തിക്കിട്ടിയാ മതി ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെയാണ് നാട്ടിലെത്തി. ഖത്തറിൽ കുടുങ്ങിയപ്പോ സുബ്ഹാന ജല്ല ജലാല ഉമ്മാന്റെ കോൾ ഇങ്ങനെ വരികയാണ്. അപ്പൊ എങ്ങനെങ്കിലും ഒന്ന് നാട്ടിലെത്തി കിട്ടിയാൽ മതി, എങ്ങനെയായാലും തിരക്കേടില്ല എന്ന് അവസാനം ചിന്തിച്ചു പോയി. എന്താ കാരണം? ഫൈനൽ ഡെസ്റ്റിനേഷൻ വീടാണ്, ഫൈനൽ ഡെസ്റ്റിനേഷൻ ദർസാണ്, അവിടെ എത്തിക്കിട്ടണം. അപ്പൊ പിന്നെ ഇടയ്ക്കുള്ളതെല്ലാം മറന്നുപോകും. എന്താ കാരണം? അവസാനം എത്തേണ്ടത് അവിടെയാണ്. അങ്ങനെയല്ലേ ബഹുമാനപ്പെട്ട തങ്ങള്? എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ചു. ആഖിറത്തിന് വേണ്ടി മാത്രം ജീവിച്ചു ബഹുമാനപ്പെട്ട സയ്യിദുനാ തങ്ങൾ അവരുകൾ, അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. നമ്മളെ ഉറൂസിന് വരുമ്പോ തങ്ങളുപ്പാപ്പാന്റെ ഉറൂസ് എന്തുകൊണ്ടും ഗംഭീരമായിരിക്കുമെന്നതിൽ സംശയമില്ല. ഇതിപ്പോ തുടക്കം മാത്രം. തുടക്കത്തിൽ തന്നെ അൽഹംദുലില്ലാഹ് ഒരു വഅദിന്റെ സദസ്സിൽ ഇത്ര ആളുകളൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, പഴയ കാലത്ത്, പഴയ കാലം മുതൽക്ക് തന്നെ നടന്നു വരുന്ന, പരമ്പരാഗതമായി നടന്നു വരുന്ന ഉറൂസുകളിൽ പോലും ഡേറ്റ് ചോദിക്കുമ്പോ ആദ്യം തന്നെ ചോദിക്കണത് തുടക്കാണോ അവസാനമാണോ? എന്താ കാരണം? തുടക്കാണെങ്കിൽ ആളുണ്ടാവില്ല. അങ്ങനെ പൊതുവെ അങ്ങനെയാണ്. പക്ഷെ ഇത് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ 1ാമത്തെ നേർച്ചയാണ്. അൽഹംദുലില്ലാഹ്, 1ാമത്തെ നേർച്ചയിലെ അതിന്റെ സദസ്സ് പകൽ ഇന്ന് ധാരാളം പരിപാടികൾ ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പോഴൊക്കെ ലൈവിൽ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ നോക്കി വന്നു. എന്നിട്ടും അൽഹംദുലില്ലാഹ് രാത്രിയിൽ വഹദിന് ഇത്ര ആളുകളൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മഹാനവരുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, കൂടിയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, മഹാനവരുകളുടെ വാക്ക് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് എന്താ നമ്മൾ കണ്ട് മനസ്സിലാക്കിയത്? ജാടകളൊന്നുമില്ല. ദുനിയാവ് എന്ത് ദുനിയാവ്? മഹാനവരുകളുടെ വസ്ത്രധാരണ എങ്ങനെയായിരുന്നു? മഹാനവരുകളുടെ തലയെകെട്ട് കെട്ടൽ എങ്ങനെയായിരുന്നു? അതിനൊന്നും ഒരു ജാടമല്ലല്ലോ. തലയെകെട്ട്
നമ്മളൊക്കെ ഞാനടക്കം തലകെട്ട് കെട്ടുമ്പോ കൊറേ അങ്ങ് നോക്കിയിട്ടൊക്കെ കെട്ടും. അതിനൊക്കെ ഓരോ ന്യായങ്ങളും പലതും ഉണ്ടാകും. ഇനിയിപ്പോ അത് വേണ്ടാന്നൊന്നുമല്ല, പാടില്ലാന്നൊന്നുമല്ല. അതേ സമയത്ത് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ അങ്ങനെയല്ല. മഹാനവരുകളൊക്കെ അങ്ങനെ അതൊന്നുമില്ല. ഒരു ജാടവും ഇല്ല, ഒരു കാട്ടിക്കൂട്ടലും ഇല്ല. എന്തെങ്കിലും ഉണ്ടോ? കൂടുതലും താഴോട്ടാ നോക്ക, കൈ ഇങ്ങനെ വെക്കും, ഇങ്ങനെ താഴോട്ടാ നോക്ക. എന്നിട്ട് താഴോട്ട് നോക്കിട്ടാ സുഖല്ലേ അങ്ങനെ ചോദിക്കും. കൂടുതലൊന്നും ഇതായാൽ ഒന്നിങ്ങനെ തുറന്നു നോക്കി സംസാരിക്കും. എന്താണ്, ആരാണ്, എവിടെയാണ്, മുതലാളിയാണോ, പണക്കാരനാണോ, പാവപ്പെട്ടവനാണോ, അങ്ങനെ ഒന്നുമില്ല. മഹാനവരുകളുടെ അരികിലേക്ക് ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങോട്ട് വന്നു. എല്ലാ പണക്കാരനും വന്നു, പാവപ്പെട്ടവനും വന്നു, എല്ലാരും വന്നു. എന്താ കാരണം? എല്ലാവർക്കും അറിയാം അത് ഉള്ളതാണ്, കാട്ടിക്കൂട്ടലല്ലാന്നറിയാം. കാട്ടിക്കൂട്ടൽ ഇപ്പൊ ആർക്കും കാണിച്ചുകൂടെ? അത് ഉള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഒരു ജാടമില്ല, ദുനിയാവ് ചിന്തിക്കണേയില്ല, ഒക്കെ ആഖിറം മാത്രമാണ്. അപ്പൊ ചിലപ്പോ ദുനിയാവിൽ മഹാനവരുകൾക്ക് കാണാൻ പാടില്ലാത്തത് കണ്ടുപോയാൽ മഹാനവരുകൾ അത് എതിർക്കും, മഹാനവരുകൾ വിമർശിക്കും. അത് ഒരു വ്യക്തിയോടുള്ള വിദ്വേഷം കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ അല്ല, മറിച്ച് അത് കാരണം എന്താ? അത് ഉള്ളതങ്ങ് പറയും. ചിലപ്പോ പേരങ്ങ് തുറന്നിട്ട് പറയും. എന്താ കാരണം? പേര് പറയുമ്പോ ആ കാരണം ജനങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മാറേണ്ടതുണ്ടെങ്കിൽ മാറിക്കോട്ടെ എന്ന് കരുതി. അങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ. അല്ലാഹു തആല മഹാനവരുകളുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ്. വെള്ളിയാഴ്ച രാവാണ് ഇന്ന്. ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ നേതൃത്വത്തിൽ സ്വലാത്ത് മജ്ലിസ് ഇവിടെ നടക്കും. അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്ലിസിനെ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനെ. സുഹൃത്തുക്കളെ, മഹാനവരുകൾ ആഖിറത്തിന് വേണ്ടി ജീവിച്ചു. അങ്ങനെ ജീവിക്കാൻ ഒരുങ്ങണം. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ വാല് ചുരുക്കുന്നു. ആഖിറത്തിന് വേണ്ടി ജീവിച്ച് കാണിച്ചു തന്നു മഹാനവരുകൾ. ആഖിറത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. എപ്പോഴാണ് മരണമെന്നറിയില്ല. അഹമ്മദാബാദിൽ നിന്ന് ഫ്ലൈറ്റ് പറന്നില്ലേ? എവിടേക്കാണ്? ലണ്ടനിലേക്കാണ്. ലണ്ടനിലങ്ങെത്തിയിട്ട് എയർപോർട്ടിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ആദ്യമാണ് എനിക്ക് കേൾക്കാനിടയായത്, ഞാൻ ലണ്ടനിലേക്ക് പോയ അതേ ദിവസം അഹമ്മദാബാദിൽ നിന്ന് പറന്ന ആ ഫ്ലൈറ്റ് അതാ ക്രാഷ് സംഭവിച്ചു. 200 ചില്ലാനം ആളുകൾ മരണപ്പെട്ടു. അല്ലാഹുവേ, മുസ്ലിംകൾ ധാരാളമുണ്ട്, പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഇതര മതവിശ്വാസികളുമുണ്ട്, അവരെ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാഹ്. ഓ സുഹൃത്തുക്കളെ, ജാതി മത വ്യത്യാസമില്ലാതെ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയെ എല്ലാവരും സമീപിച്ചില്ലേ? കൂറത്ത തങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നില്ലേ? അതാണ് പരിശുദ്ധ ഇസ്ലാം. മതത്തിന്റെ പേരിൽ മറ്റൊരാളെ വെറുക്കാൻ ഇസ്ലാം പറയുന്നില്ല. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. 200 ചില്ലാനം ആളുകൾ മരണപ്പെട്ടു പോയി. ആ ഫ്ലൈറ്റ് തകർന്ന് വീണ സ്ഥലത്ത് അവിടെയുള്ള വിദ്യാർത്ഥികളും മരണപ്പെട്ടു പോയി. MBBS വിദ്യാർത്ഥികളടക്കം അവിടെ ഉണ്ടായില്ലേ? എന്നാൽ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, കത്തിച്ചാമ്പലായി പോയ ഫ്ലൈറ്റാണ്. 200 ചില്ലാനം ആളുകൾ മരണപ്പെട്ടു. അതേ ഫ്ലൈറ്റിൽ ഉണ്ടായ ഒരു മനുഷ്യൻ ജീവനോടെ എണീറ്റ് നടന്നു വരുന്ന കാഴ്ച കണ്ടില്ലേ? എന്താണ് ഇത് എന്നോടും നിങ്ങളോടും വിളിച്ചു പറയുന്നത്? ഭോജനങ്ങളെ, കേൾക്കുന്ന സഹോദരിമാരെ, യുവാക്കളെ, പടച്ചറപ്പിനെ മറക്കണ്ട.
എല്ലാറ്റിനും കഴിവുള്ള രാജാവാണ് അല്ലാഹ്. ആ റബ്ബിന് കഴിയാത്തതൊന്നുമില്ല, റബ്ബിന് തീരാത്തതൊന്നുമില്ല, റബ്ബിന് സാധിക്കാത്തതൊന്നുമില്ല. എല്ലാം തകർന്നൊടിഞ്ഞു വീണപ്പോഴും ഒരു മനുഷ്യനെ ജീവനോടെ ബാക്കി വെച്ച് അല്ലാഹ് കാണിച്ചു തന്നില്ലേടോ. എന്റെ കഴിവ് നിനക്ക് മനസ്സിലായോ? ആ റബ്ബ് വലിയ കഴിവുള്ളവനാണ്. ആ റബ്ബിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവരാകണോ സുഹൃത്തുക്കളെ. ലോകാവസാനത്തിന്റെ അടയാളം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. യുദ്ധത്തിന്റെ ശബ്ദങ്ങൾ പലയിടങ്ങളിലും കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലാഹുവേ, ലോകത്തുടനീളം നീ സമാധാനം നിലനിർത്തണേ അല്ലാ. ഇസ്രായേൽ അതേ ജനതയെ നീ ഒതുക്കിക്കളയണേ അല്ലാ. ഫിലിസ്തീനിലുള്ള ഗസയിലുള്ള ഞങ്ങളെ സഹോദരങ്ങളെ നീ കാക്കണേ അല്ലാ. അതാ ലോകാവസാനത്തിന്റെ അടയാളം ഓരോന്നായും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ലോകത്തിന്റെ അന്ത്യനാളിന്റെ അടയാളം പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ഒരു അണുമണി തൂക്കം നല്ലത് ചെയ്താൽ ആ നല്ലതിനെ കാണാൻ കഴിയോ? ഒരു അണുമണി തൂക്കം തെറ്റ് ചെയ്താൽ ആ ചീത്തയെ കാണാൻ കഴിയോ? നല്ലത് കാണാൻ ഒരുങ്ങിക്കോ. സദസ്സിലുള്ള മുഅ്മിനീങ്ങളൊന്ന് എണീറ്റ് നിൽക്കുമോ? ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞു ഞാൻ എന്റെ വേള അവസാനിപ്പിച്ചു സ്വലാത്തിന്റെ സദസ്സിലേക്ക് ഇൻഷാ അല്ലാഹ് തങ്ങളുടെ നേതൃത്വത്തിൽ കടക്കുകയാണ്. അല്ലാഹുവേ, ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം. ഖുർറത്തുസ് സദാത്ത് മഹാനവരുകൾ ദീനിന്റെ വിഷയത്തിൽ വലിയ കണിശതയാണ്, വലിയ ആവേശമാണ്, വലിയ താല്പര്യമാണ്. ഒരു സ്ഥലത്ത് പള്ളി ഉണ്ടാക്കുന്നതിൽ മാനവരുകൾ മുന്നിൽ നിൽക്കും, മദ്രസയുണ്ടാക്കുമ്പോൾ മുന്നിൽ നിൽക്കും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉടലെടുത്താൽ പരിഹരിക്കാൻ മുന്നിൽ നിൽക്കും. അത് കവറ് കണ്ടിട്ടാണോ? ദുനിയാവ് കണ്ടിട്ടാണോ? അല്ലേ അല്ല. അങ്ങനെ ദീനിന്റെ വിഷയത്തിലും മുന്നിൽ നിന്നപ്പോൾ മഹാനവരുകളുടെ വഫാത്ത് സമൂഹം ഏറ്റെടുത്തില്ലേ? എത്ര ആളുകളാണ് മഹാനവരുകളുടെ ചാരത്ത് എത്തിയത്? എത്ര സ്ഥലങ്ങളിലാണ് ജനാസ നിസ്കാരം നടന്നത്? ഇപ്പോഴും മഹാനവരുകൾ വഫാത്തായി ഒരു വർഷം പിന്നിടുമ്പോൾ എത്ര സ്ഥലങ്ങളിലാണ്, എത്ര പോസ്റ്ററുകളിലാണ്. അതേ മുഹറം 1 മഹാനവരുകൾ വഫാത്തായ ദിവസമാണ്. എല്ലാരും ഫാത്തിഹ ഓതി ഹദിയ ചെയ്യണം, യാസീൻ ഓതി ഹദിയ ചെയ്യണം. മഹല്ലുകാരുടെ വകയിൽ പോസ്റ്ററുകൾ വന്നു, സംഘടനയുടെ വകയിൽ പോസ്റ്റർ വന്നു, സ്ഥാപനക്കാരുടെ വകയിൽ പോസ്റ്റർ വന്നു. എന്തേ കാരണം? അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ മുന്നിലുണ്ടായതുകൊണ്ടാണ്. ഓ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, അതുകൊണ്ട് പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം. സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ സംഘടന തങ്ങളുപ്പാപ്പാക്ക് വലിയ ആവേശമാണിരുന്നു. ആ സംഘടന നമ്മുടെ നാട്ടിൽ മാത്രമല്ല, അങ്ങകലെ UK-യിൽ ചെന്നു നോക്കുമ്പോൾ നമ്മുടെ കർണാടകക്കാരുടെ അതേ ഗൾഫ് കൂട്ടായ്മയായ KCF കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ കൂടെ ഈ മുത്തല്ലിമായ ഞാൻ KCF-ന്റെ പല പരിപാടിയിൽ പോയി വാള് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. തങ്ങൾക്ക് KCF-നോട് വലിയ താല്പര്യമാണ്. അങ്ങനെ UK-യിൽ ചെന്നു നോക്കുമ്പോൾ അവിടെയും KCF അതാ വളരെ
സജീവമായി പ്രവർത്തിക്കുന്നു. അതെ, ഇങ്ങനെ ഗൾഫ് നാടുകളിൽ മുഴുവനും KCF സജീവമായി പ്രവർത്തിക്കുന്നു. അതെ, മരണപ്പെട്ടാൽ ആ മരിച്ച സ്ഥലത്ത് പോയി വേണ്ടതെല്ലാം ചെയ്യാൻ KCF മുന്നിലാണ്. ഒരു മരണം സംഭവിച്ചാൽ ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ KCF-കാരെ വിളിച്ച് ബന്ധപ്പെടുന്നു. ഇതുപോലെ ഖത്തറിൽ പോയി 2 ദിവസം ബാക്കിയായപ്പോൾ അതേ ഞാനുള്ള സ്ഥലത്തേക്ക് KCF-കാർ ഇങ്ങോട്ട് വന്നു, വേണ്ട സന്തോഷങ്ങൾ പകർന്നു തന്നു. നാട്ടിലേക്ക് വരാനുള്ള സൗകര്യങ്ങൾ വഴി തുറന്നു തന്നു. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, അവിടെയല്ല, അതാ നമ്മുടെ ജേഷ്ഠാനുജന്മാർ പ്രവർത്തനം സജീവമാക്കി കൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളെ KCF-ന്റെ പ്രവർത്തകർക്കും ഞങ്ങളെ നാട്ടിലുള്ള മുഴുവൻ പ്രവർത്തകർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അങ്ങനെ കൂറത്ത് തങ്ങളുപ്പാപ്പ കാണിച്ചു തന്ന അതേ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ആദർശമുണ്ട്. അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. സമസ്തയുടെ 100ാം വാർഷികം അതേ അതിന്റെ സ്ഥാപക ദിനത്തിൽ എല്ലാ ഇടങ്ങളിലും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പതാക ഉയർത്തൽ നടന്നില്ലേ? അതാ സമസ്തയുടെ 100ാം വാർഷികമല്ലേ? ആ സമസ്ത രൂപീകരിക്കപ്പെടുന്നത് തന്നെ സുന്നത്ത് ജമാഅത്ത് നഷ്ടപ്പെടാതെ അതിവിടെ നിലനിർത്താനാണ്. അതിനാണ് സയ്യിദുനാ താജുൽ ഉലമാ തങ്ങളുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ മുന്നിൽ നിന്നത്. അതേ ആദർശത്തിലാണ് ബഹുമാനപ്പെട്ട ഖുർറത്തു സാദാത്ത് ഖുറത്ത് തങ്ങളുപ്പാപ്പ നവറല്ലാഹു മർഖദാ മഹാനവരുകൾ മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയത്. ആ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ ഉറച്ചു നിന്ന് അണിനിരന്ന് പ്രവർത്തിച്ച് ശക്തിപ്പെടുത്തി നമ്മുടെ ആഖിറം രക്ഷപ്പെടുത്താൻ നോക്കണേ. അവർക്ക് ലോക നേതാവിന്റെ ദുആ എപ്പോഴുമുണ്ട്. അതാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് മദീനയിലേക്ക് വരുന്നു. ഷാമിൽ നിന്ന് വന്നതാണ്. മദീനയിൽ വന്നു നോക്കുമ്പോൾ അതൊരു വെള്ളിയാഴ്ച രാവാണ്. ഇതിപ്പോൾ വെള്ളിയാഴ്ച രാവാണല്ലോ, സ്വലാത്ത് അധികരിപ്പിക്കേണ്ട രാവാണ്. എന്നാൽ ഈ ഇതുപോലത്തൊരു വെള്ളിയാഴ്ച രാവ് ഷാമിൽ നിന്ന് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അതാ മദീനയിൽ വന്നു. മഹാനവരുകൾ വരുമ്പോൾ കയ്യിൽ വിളക്കുണ്ട്, അതാ എണ്ണയുണ്ട്. നേരെ മദീനത്തെ പള്ളിയിൽ കടക്കുന്നു. മദീനത്തെ പള്ളിയിൽ ഈ എണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുന്നു. വെള്ളിയാഴ്ച രാവ് മഗ്രിബ് നിസ്കാരത്തോടടുത്ത സമയം ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ വന്നു നോക്കുമ്പോൾ പള്ളിയിൽ വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. തങ്ങൾ ചോദിച്ചു, ആരാണ് ആരാണ് മദീനത്തെ പള്ളിയിൽ ഈ വെള്ളിയാഴ്ച രാവ് വിളക്ക് കത്തിച്ചത്? ഉടനെ പള്ളിയിലുള്ള സ്വഹാബത്ത് പറഞ്ഞു, തമീമുദ്ദാരി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ നബിയേ, ഷാമിൽ നിന്ന് വന്ന തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. വരുമ്പോൾ തന്നെ വിളക്കും എണ്ണയുമായിട്ട് വന്നതാണ്. മദീനത്തെ പള്ളിയിൽ വന്നിട്ട് ആ എണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിച്ചതാണ് നബിയേ. ഓ യുവാക്കളെ, ദീനീ പ്രവർത്തനങ്ങളിൽ മുന്നിൽ വേണം. അൽഹംദുലില്ലാഹ്, കൂറത്ത തങ്ങളുപ്പാപ്പാന്റെ ഉറൂസ് വരുമ്പോ ഈ കൂറയിൽ നിന്നും അതുപോലെ നമ്മുടെ ഈ പരിസരത്തു നിന്നുമുള്ള ചെറുപ്പക്കാരെല്ലാം വലിയ ആവേശത്തോടെ മുന്നിലാണ്.
പുത്തൂരിൽ നിന്ന് മാത്രമല്ല നമ്മുടെ എല്ലാ നാടുകളിൽ നിന്നും എന്ത് വേണം ഞങ്ങൾ മുന്നിലാണെന്ന് പറഞ്ഞ് അത് ഞങ്ങളെ തങ്ങളാണ്. ഞങ്ങളുടെ ജീവിതകാലത്ത് ഞങ്ങൾക്ക് എന്തുണ്ടായപ്പോഴും വന്ന് സമാധാനത്തിന്റെ വഴി കേട്ട് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തങ്ങളെ മറക്കാൻ പറ്റൂല. തങ്ങളെ പരിപാടിക്ക് ഞങ്ങൾ മുന്നിലാണെന്ന് പറഞ്ഞ് എല്ലാവരും വലിയ ആവേശത്തിൽ കൂടെയുണ്ടല്ലോ. അതിനീ കാണുന്ന സദസ്സ് തെളിവാണല്ലോ. ഇവിടെ നടക്കുന്ന ഇൻഷാ അല്ലാഹ് നാളെയോ മറ്റന്നാളും എല്ലാം നടക്കുന്ന പരിപാടികൾ അതിന് തെളിവാണ്. എല്ലാ തങ്ങന്മാരും വന്നുകൊണ്ടിരിക്കുന്നു, വരികയും ചെയ്യുന്നു. എല്ലാ ആലിമീങ്ങൾ വരുന്നു. റബ്ബേ അതെല്ലാം വളരെ ഭംഗിയായ നിലക്ക് നീ നടത്തി തരണേ അല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. യാ തമീമുദ്ദാരി, അല്ലയോ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, നിങ്ങളാണോ മദീനത്തെ പള്ളിയിലെ വെള്ളിയാഴ്ച രാവ് വിളക്ക് കത്തിച്ചത്? അതേ, നവ്വർത്തൽ ഇസ്ലാം. ആ പള്ളിയിൽ വിളക്ക് കത്തിച്ചത് കൊണ്ട് പള്ളിക്ക് മാത്രമല്ല പ്രകാശം കിട്ടിയത്, അതേ ഇസ്ലാമിനും വെളിച്ചം കിട്ടി. കാരണം പള്ളി എന്നത് ഇസ്ലാമിന്റെ ആരാധന കേന്ദ്രമാണ്. അതുകൊണ്ട് ഇസ്ലാമിന് വെളിച്ചം കിട്ടി. നവ്വറല്ലാഹു അലൈക ഫിദ്ദുനിയാ വൽ ആഖിറ. അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് പ്രകാശം തരട്ടെ, വെളിച്ചം തരട്ടെ. ആ ഒരു ദുആ ഓ യുവാക്കളെ എനിക്കും കിട്ടണം, നിങ്ങൾക്കും കിട്ടണം. ആ ദുആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹയാത്ത് കാലത്ത് മാത്രമല്ല വഫാത്തിന് ശേഷവും കിട്ടുന്നതാണ്. ആ ദുആ കിട്ടണമെങ്കിൽ പ്രവർത്തിക്കണം. തങ്ങളെ കാണിച്ചു തന്ന സുന്നത്ത് ജമാഅത്ത് അതിന്റെ പിന്നിൽ അണിനിരന്ന് സജീവമായി പ്രചരിപ്പിക്കണം. എന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തമീമുദ്ദാരി തങ്ങളോട് വലിയ താല്പര്യം തോന്നിയിട്ട് പറഞ്ഞത് എന്താ? അമാ ഇന്നഹു ലൗ കാനത് ലി ഇബ്നതുൻ ലസവ്വജ്തുക. ഓ തമീമുദ്ദാരി എന്നവരെ റളിയല്ലാഹു അൻഹു, എന്റെ എല്ലാ പെൺമക്കളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മകൾ വിവാഹം കഴിക്കാതെ എന്റെ വീട്ടിൽ ബാക്കിയായിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ ആ മോളെ നിങ്ങൾക്ക് കെട്ടിച്ചു തന്ന് ഞാൻ നിക്കാഹ് ചെയ്ത് തരുമായിരുന്നു. അഥവാ നിങ്ങളെ ഞാൻ എന്റെ മരുമകനാക്കുമായിരുന്നു. കാരണം നിങ്ങൾ മരുമകനാക്കാൻ പറ്റിയ ആളാണ്, പുതിയ ആപ്പിളയാക്കാൻ പറ്റിയ ആളാണ്. എന്തുകൊണ്ട്? നിങ്ങൾ പള്ളിയെ സ്നേഹിക്കുന്ന ആളാണ്, ദീനീ പ്രവർത്തനങ്ങളെ സ്നേഹിക്കുന്ന ആളാണ്. ഓ രക്ഷിതാക്കളെ, സ്വന്തം മക്കൾക്ക് നല്ല ഒരു പുതിയ ആപ്പിളയെ തിരയുമ്പോൾ എങ്ങനെയുള്ള പുതിയ ആപ്പിളയാണ് തിരയേണ്ടത് എന്നത് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിലൂടെ ലോക നേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തരികയാണ്. എന്നിട്ടോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതങ്ങ് പറഞ്ഞപ്പോ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് വേറൊരു സ്വഹാബി. ആ സ്വഹാബിയുടെ പേരെന്താണ്? നൗഫൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. ആ നൗഫൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയാണ്, ലീ ഇബ്നതു യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ നബിയേ, തങ്ങൾക്കല്ലേ പെൺകുട്ടിയില്ലാത്തത്, കല്യാണത്തിനുള്ള പെൺകുട്ടി ഇപ്പൊ ഇല്ലാത്തത്? എനിക്കൊരു പെണ്ണുണ്ട് നബിയെ, എനിക്കൊരു മോളുണ്ട് നബിയെ. ഫഫഅൽ ബിഹാ മാ അറത. ആ മകളെ തമീമുദ്ദാരി തങ്ങൾക്ക് കൊടുത്തിട്ട് നിക്കാഹ് ചെയ്തു കൊടുത്തുകൂടെ? എനിക്ക് മരുമകനാക്കാൻ പറ്റുമല്ലോ. കാരണം തങ്ങള് മരുമകനാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചയാളാണ്. അപ്പൊ എനിക്ക് മരുമകനാക്കാൻ പറ്റുമല്ലോ, കാരണം എനിക്ക് മോളുണ്ടല്ലോ നബിയെ. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൗഫൽ
ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ മോളായ മുഗീറ എന്ന മോളെ ഈ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് കൊടുത്ത് നിക്കാഹ് ചെയ്തു കൊടുത്തു. ഈ സംഭവം ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ ഖുർത്തുബിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത്? ദീനിന് വേണ്ടി പ്രവർത്തിച്ചാൽ, ദീനിന്റെ കൂടെ നിന്നാൽ ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഗുഡ് സർട്ടിഫിക്കറ്റ് എപ്പോഴും ലഭിക്കും. അത് ജീവിതകാലത്ത് മാത്രമല്ല, വഫാത്തിന് ശേഷവും ലഭിക്കും. അങ്ങനെയുള്ള ഒരു പ്രവർത്തനം ബഹുമാനപ്പെട്ട ഖുർറത്തു സാദാത്ത് തങ്ങളുപ്പാപ്പനബ്ബറല്ലാഹു മർഖദ മഹാനവരുകളുടെ ഉറൂസിലൂടെ നമുക്കതൊരാവേശം ലഭിക്കണം എന്ന് മാത്രം ഈ സമയം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളെ മജ്ലിസ് നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഈ സദസ്സിൽ ഞങ്ങൾ കൂടുതലും ഓർക്കുന്ന വന്യരായ സയ്യിദുനാ തങ്ങളുപ്പാപ്പ റബ്ബേ നീ ദറജ വർദ്ധിപ്പിക്കണം റഹ്മാനേ. അവിടുന്ന് ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വിട്ടുപിരിയാതെ ഞങ്ങളെ കൂടെ, ഞങ്ങളെ മുന്നിൽ നിന്ന് ഞങ്ങളെ നയിക്കുന്നത് പോലെ പലപ്പോഴും ഞങ്ങൾക്ക് തോന്നാറുണ്ട്. റബ്ബേ, അവരുടെയൊക്കെ പൊരുത്തം എക്കാലത്തും നീ ഞങ്ങൾക്ക് നിലനിർത്തണം റഹ്മാനേ. ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. ജീവിതകാലത്ത് ഞങ്ങൾ മഹാനവരുകളെ കണ്ടവരാണ്. ഇനി മഹാനവരുകളൊന്ന് സ്വർഗത്തിലെത്തുമ്പോൾ ഞങ്ങൾക്ക് അവിടുന്നും ഒന്ന് മഹാനവരുകളെ കാണണം. അതിന് ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനൊന്നും മഹ്ലിയത്തില്ല, അർഹതയില്ല. അതിന് മാത്രം ഞങ്ങളൊന്നും ആഖിറത്തേക്ക് സമ്പാദിച്ചിട്ടില്ല. ഇനിയെങ്കിലും ധാരാളം സമ്പാദിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. എല്ലാറ്റിലുമുപരി നിന്റെ റഹ്മത്ത് വലുതാണല്ലോ അല്ലാഹ്. ആ നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ തങ്ങളെ കൂടെ തന്നെ എപ്പോഴും തങ്ങളെ നിഴലുപോലെ കൂടെ നടന്നിരുന്ന, എപ്പോഴും കൂടെയുണ്ടാകാറുണ്ടായ, അതേ ഗൾഫ് നാടുകളിൽ ചെല്ലുമ്പോഴും സ്വദേശത്തായാലും കൂടെ ഉണ്ടാകാറുള്ള അവിടുത്തെ പ്രിയപ്പെട്ട മകൻ, പ്രിയപ്പെട്ട അതേ മസൂദ് തങ്ങള്, അല്ലാഹുവേ ആ മകൻ ഉൾപ്പെടെയുള്ള തങ്ങളെ മക്കള്, ആൺമക്കള്, അല്ലാഹുവേ നീ അവർക്ക് ശക്തി പകർന്നു കൊടുക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ചെറിയ പ്രായമാണെങ്കിലും ഞങ്ങളൊക്കെ വാലിന് പോകുന്ന സദസ്സുകളിൽ കാണും. യാ റബ്ബ് യാ അല്ലാഹ്, ഞങ്ങളെ പ്രായമൊന്നും തങ്ങൾക്കില്ലെങ്കിലും ഞങ്ങൾ വാലിന് പോയാൽ അവിടെ ബാപ്പാനെ പോലെ തന്നെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ആ സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് എന്നിങ്ങനെ ഓടിപ്പായുന്നത് ഞങ്ങൾക്ക് കാണാറുണ്ട്. ആ ബാപ്പാന്റെ തണലിലായി അല്ലാഹുവേ ആ മോന് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഇനി ഞങ്ങൾക്കുള്ള കൂറത്ത തങ്ങൾ ഓരാണ് റബ്ബേ, അത് അവിടുത്തെ ജീവിതകാലത്ത് ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അല്ലാഹുവേ, ബാപ്പാന്റെ അതേ സംസാര ശൈലി, ബാപ്പാന്റെ അതേ ദുആ സ്റ്റേജിലേക്ക് നോക്കാതെ മെല്ലെയൊന്ന് പുറത്തു നിന്ന് കേട്ടാൽ തങ്ങളാണോ എന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു പോകും. ആ വിധത്തിൽ ഉള്ളവരാണ്. നീ അവർക്ക് ഖൈർ ധാരാളം വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ പ്രിയപ്പെട്ട ഉമ്മ, അതുപോലെ മറ്റു സഹോദരങ്ങള്, ആ കുടുംബാംഗങ്ങൾ മുഴുവനും നീ അവർക്ക് ധാരാളം സന്തോഷം നൽകണേ അല്ലാഹ്.
ഈ കൂറ എന്ന മഹല്ല് ഒരു ചെറിയ നാടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ബൈത്തടുക്കത്ത് ഞാൻ അതാ പഠിക്കണ സമയത്ത് ഇത് വെള്ളിയാഴ്ച ഉറുദിക്ക് വന്നതുപോലും ഓർമ്മയുണ്ട്. അന്ന് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഖുതുബ ഓതുന്ന സമയമാണ്. അവിടെ നിന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത് ഓർമ്മയുണ്ട്. റബ്ബേ, ആ ചെറിയ നാട് ഇന്ന് ഇത്രയും വലിയ ഒരു ആത്മീയ കേന്ദ്രമായി ജനങ്ങൾ ഒഴുകിയെത്താൻ കാരണക്കാരൻ ബഹുമാനപ്പെട്ട സയ്യിദവരുകളാണെങ്കിലും തങ്ങൾ നിന്ന അന്ന് മുതൽ ഈ നിമിഷം വരെ തങ്ങളെ മനസ്സ് ഒരൽപ്പം പോലും വേദനിപ്പിക്കാതെ, തങ്ങളെ വെറുപ്പിക്കാതെ, തങ്ങൾ എന്തു പറയുന്നുവോ അതാണ് ശരി, അതിന്റെ പിന്നിൽ ഞങ്ങളുണ്ട്. തങ്ങൾ പറയുന്ന ഒരു വാക്കിനപ്പുറം മറുവാക്ക് പറയാനില്ലാതെ ഈ മഹല്ലത്തുകാർ കൂടെ നിന്നവരാണ്. അത് ഇവിടത്തെ ജമാഅത്ത് പ്രസിഡന്റ്, കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ. റബ്ബേ, നീ അവർക്കൊക്കെ സന്തോഷം നൽകണേ അല്ലാ. തങ്ങളുപ്പാപ്പാന്റെ ഉറൂസിന് സജീവമായി ഇറങ്ങിത്തിരിച്ച പ്രവർത്തകരാണ്. ഈ കാണുന്നവരും അല്ലാത്തവരും ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. ഞങ്ങളെ തങ്ങളുപ്പാപ്പാന്റെ ഈ നേർച്ച പരിപാടി ഭംഗിയായി ഒന്ന് നടന്നു കിട്ടണമെന്ന് കരുതിയിട്ടാണ്. അതിനൊരു കോട്ടയും സംഭവിക്കരുത് റബ്ബേ. നല്ല മഴ പെയ്യണ സമയമാണ്, എല്ലായിടത്തും മഴയാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് ഇപ്പൊ കാലാവസ്ഥ അനുകൂലമാക്കിയിട്ടുണ്ട്. ഇത് ഞങ്ങളെ തുടക്കമാണല്ലോ. ഇനിയുള്ളതാണ് ഞങ്ങളെ പ്രധാനപ്പെട്ട പരിപാടികൾ. റബ്ബേ, കാലാവസ്ഥ അനുകൂലമാക്കി തരണേ അല്ലാ. ഈ പരിപാടിക്ക് വന്നു പോകുന്ന മുഴുവൻ ആളുകൾക്കും ഒരു വിഷമവും വരാതെ ഒരുപാട് അധ്വാനിച്ചിട്ടാണ് ഇത്രയെല്ലാം സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് എത്രയോ ചെലവഴിച്ചിട്ട് ഈ പരിപാടി നടത്തുന്നത്. റബ്ബേ, ഒരാൾക്കും ഒരു വിഷമം സംഭവിക്കാതെ ഖൈറായ നിലക്ക് നീ നടത്തിത്തരണേ അല്ലാ. ഈ സ്റ്റേജിൽ ധാരാളം ആളുകൾ ഉണ്ട്, നേരത്തെ പറഞ്ഞവർ ഉൾപ്പെടെ, ഇവിടുത്തെ മുദർരിസ് ഉസ്താദ്, അതുപോലെ മറ്റുള്ളവർ, അതേ പ്രിയപ്പെട്ട സക്കേശ് അബ്ദുറഹ്മാൻ ച. ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നവരാണ്, ഞങ്ങളെ ഇങ്ങോട്ട് വളരെയധികം സ്നേഹിക്കുന്നവരാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, എല്ലാ ദിവസവും എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ഇന്ന് തന്നെ ഞാൻ ഉസ്താദിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഇങ്ങോട്ട് വന്നത്. റബ്ബേ, നിന്റെ ദീനിന് വേണ്ടി ഒരുപാട് സഹായിക്കുന്ന വ്യക്തിത്വമാണ്, നന്നായി സഹകരിക്കുന്ന വ്യക്തിത്വമാണ്. ആലിമീങ്ങളോട് വലിയ സ്നേഹമാണ്, സാദാത്തുക്കളോട് വലിയ ബഹുമാനമാണ്. നീ അബ്ദുറഹ്മാൻ ചാക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. ആഫിയത്ത് അദ്ദേഹത്തിനും മാതാപിതാക്കൾക്കും കുടുംബത്തിനും നൽകണേ അല്ലാ. അതുപോലെ സുല്യ അർലഡ്ക അബ്ദുൽ ലത്തീഫ് സാഹിബ്, അദ്ദേഹത്തിന്റെ ഉമ്മാന്റെയും അതുപോലെ അമ്മോശന്റെയും ദ്വാർപ്പിക്കലായിരുന്നു. ഇന്ന് ക്ഷണിച്ചിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല, നേരെ ഇങ്ങോട്ട് വന്നതാണ്. ധാരാളം ആലിമീങ്ങൾ അവിടെ ഒരുമിച്ചുകൂടി, സാദാത്തുക്കൾ ഒരുമിച്ചുകൂടി, മുതഅല്ലിമുകൾ ഒരുമിച്ചുകൂട്ടി ഒരു വലിയ ദുആ മജ്ലിസ് അവിടുന്ന് നടത്തി. അല്ലാഹ്, അബ്ദുൽ ലത്തീഫ് സാഹിബ് അർലഡ്ക അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് ഹാജിർ ഉമ്മ, അതുപോലെ അദ്ദേഹത്തിന്റെ അമ്മോശൻ നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ പലരുമുണ്ട്, ഈ കൂറത്തെ മഹല്ലിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അതുപോലെ ഞങ്ങളെ പരിസരത്തെ മഹല്ല്, ഈ പരിസരങ്ങളെല്ലാം ബളന്തൂർ, അതുപോലെ തന്നെ ഞങ്ങളെ ബൈത്തടുക്കയൊക്കെ ഞങ്ങൾക്ക് വലിയ ബന്ധമുള്ള മഹല്ലുകളാണ്. അല്ലാഹുവേ, അവിടുന്നൊക്കെ മരണപ്പെട്ടവർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ എവിടുന്നൊക്കെ മരിച്ചിട്ടുണ്ടോ നീ അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. റബ്ബനാ تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.